എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ചോദിക്കട്ടെ, എല്ലാവരും ജോലിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി പോകുമ്പോ ഈ പറഞ്ഞ എല്ലാം കൊണ്ടുവരുന്നുണ്ടോ? ബിസ്ക്കറ്റ്, മിക്സർ, ചിപ്സ് കൊണ്ടുവരുന്നുണ്ടോ? കൊണ്ടുവരുന്നുണ്ടോ? കൊണ്ടോടെ? പറഞ്ഞേടെ, കേക്കട്ടെ, പറഞ്ഞേ. ആദ്യം ചോദിക്കട്ടെ, ഞാൻ പഠിപ്പിക്കില്ലേ. ചോദിക്കട്ടെ, കൊണ്ടുവരണ്ടല്ല? കൊണ്ടുവരണ്ടല്ല? തേയിലപ്പൊടി, പഞ്ചസാര കൊണ്ടുവരണ്ടോ? തേയിലപ്പൊടി, പഞ്ചസാര കൊണ്ടുവരണ്ടോ? എല്ലാവരും കൊണ്ടുവരാരെങ്കിലും പറഞ്ഞേ. ജോലിക്ക് പോകുമ്പോ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ആ ഒരു ബാഗിനകത്തെല്ലാം ഉണ്ടല്ലേ? ആ ഒരു ബാഗിനകത്തെല്ലാം ഇല്ലേ? ആ കൊണ്ടുപോകുന്ന ബാഗിനകത്ത് ഇല്ല ഇല്ലേ? ഇല്ലേ? പറഞ്ഞ ഉണ്ടല്ലോ. ഉണ്ട്. അതുകൊണ്ടായിരിക്കും അല്ലേ? അതുപോലെ ബാഗ് സർക്കാർ ജോലിക്ക് കയറുമ്പോഴേ, സർക്കാർ ജോലിയിലോട്ട് പ്രവേശിക്കുമ്പോൾ അതുപോലെ ബാഗ് വേണം. തേയിലപ്പൊടി, പഞ്ചസാര, ബിസ്ക്കറ്റ്, കടിക്കുള്ള ഫുഡ്, കുടി കഴിക്കും. സർക്കാർ ജോലി പ്രവേശിക്കുമ്പോൾ ആയിട്ട് 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇത്. ഫസ്റ്റ് 1 വർഷം കഴിഞ്ഞ ശേഷം, 1 വർഷം വേണ്ട, 6 മാസം കഴിഞ്ഞ് ബാക്കിയുള്ള കണ്ടു പഠിക്കുക കരുതല്ലേ? ഇതല്ലേ? അതേ മറക്കില്ല, അറിയാമോ? മറക്കില്ല. 6 മാസം, ഫസ്റ്റ് 6 മാസം കഴിയുമ്പോൾ ഈ പറഞ്ഞ എല്ലാം ബാഗിനകത്തുണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞ എല്ലാ സാധനം ബാഗിനകത്തുണ്ടായിരിക്കും. അറിയാലോ? തേയിലപ്പൊടി, പഞ്ചസാര, അത് അത് എല്ലാം എന്താണ് ബാഗിനകത്ത് ഉറപ്പായും ഉണ്ടായിരിക്കും. സർക്കാർ ബസ് പോകുമ്പോൾ എല്ലാം കയ്യിൽ ഉണ്ടായിരിക്കും. അതിന് കൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടത്? എനിമോ എസ് അല്ലേ? ഉണ്ടോ? അതുകൊണ്ടോ? ഉണ്ട്. കണ്ടു കാണും. കണ്ടിട്ടുണ്ട്. ഒരുപാടുണ്ട് ഇല്ലേ? ഞാൻ പണ്ട് എത്ര ചായ കൊണ്ടിരിക്കുന്നു. കാഷ്വാലിറ്റിക്ക് ആണെങ്കിൽ രാവിലെ 4 മണിക്കില്ലേ? കാഷ്വാലിറ്റിക്ക് ആണെങ്കിൽ രാവിലെ 4 മണി തരില്ലേ? നിങ്ങൾ കാഷ്വാലിറ്റി വർക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ 4 മണിയാകുമ്പോൾ തന്നെ എന്താണ് ഒരു തേയില ഇല്ലേ? അതുകൊണ്ടോ? കാഷ്വാലിറ്റി ജോലി ഉണ്ടോ? ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നു ഉണ്ടല്ലേ? ഉണ്ടോ? അതുണ്ടോ? അതുകൊണ്ട് അറിയാണ്ടതൊക്കെ അറിയാമല്ലോ. നല്ല ചൂട് തേയില, ബിസ്ക്കറ്റ് അല്ലേ? അതിന്റെ ഉണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് മെറ്റൽ പെൽവിസ് പഠിച്ചല്ലേ? കഴിഞ്ഞ ദിവസം മെറ്റൽ പെൽവിസ് പഠിച്ചു അല്ലേ? കഴിഞ്ഞ ദിവസം മെറ്റൽ പെൽവിസ് പഠിച്ചു. സോ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവുകയാണ്. മെറ്റൽ പെൽവിസ് കഴിഞ്ഞ് അടുത്ത് വരുന്നതാ ഫീൽ ഹെഡ് അല്ലേ? ഹെഡ് സ്കൾ അല്ലേ? ഹെഡ് സ്കൾ അല്ലേ? സ്കൾ അല്ലേ? ഫീറ്റൽ ഹെഡിനകത്ത് പ്രധാനപ്പെട്ട നമുക്ക് 2 ടൈപ്സ് ഓഫ് ദ ഡയമീഡിയസ് പഠിക്കുന്നുണ്ട്. എക്സാം കൃത്യം പഠിക്കുക. ഫീൽ ഹെഡ് അല്ലെങ്കിൽ സ്കളിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഓഫ് ദ ഡയമീഡിയസ് പഠിക്കാനുണ്ട്. പേരറിയാമോ? ഹെഡ് അല്ലെങ്കിൽ സ്കളിനകത്ത് പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഓഫ് ഡയമീഡിയസ് പഠിക്കാനുണ്ട്. പേരറിയാമോ? എനിമോ? ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഹെഡ് എന്ന് പറയുമ്പോൾ, ഫീറ്റൽ ഹെഡ് എന്ന് പറയുമ്പോൾ, സ്കൾ എന്ന് പറയുമ്പോൾ എത്ര ഡയമീറ്റർ ഉണ്ട്? എത്രയുണ്ട്? 2 ആന്റിയർ പോസ്റ്റീരിയറും ദ ട്രാൻസ്വേഴ്സ് അല്ലേ? ദ ട്രാൻസ്വേഴ്സ് ഉണ്ടോ? ഉണ്ട്. ചോദിക്കും. എക്സാം കൃത്യമായിട്ട് ചോദ്യം വരും. ഇവിടുന്ന് എക്സാം ഞാൻ പഠിപ്പിക്കുന്ന കാര്യം നിന്നും, ഞാൻ പഠിപ്പിക്കുന്ന നോട്ട് ക്ലാസ്സിൽ നിന്ന് എക്സാക്ട് ചോദ്യം വരും. ദ ഹെഡിന്റെ ദ ഡയമീറ്റർ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. ഹെഡിനകത്ത് വരുന്ന ഫസ്റ്റ് കാര്യമാണ് ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. എന്താ? ഏത് ട്രാൻസ്വേഴ്സ്? എന്താ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ? ചോദിക്കും. എക്സാമിന് എന്താണ് ചോദിക്കില്ല, ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് എന്താണ് ചോദിക്കില്ല, പക്ഷേ ഇവിടെ പഠിക്കുന്ന ദ മെഷർമെന്റ് ചോദിക്കും. അറിയല്ലേ? എല്ലാവർക്കും ഞാൻ പറയുകയാണ്, എക്സാമിന് എന്താണ് ചോദിക്കില്ല,
അത് എന്താണ്, ഇതെന്താണ് ചോദിക്കില്ല. പക്ഷെ ഇവിടുത്തെ മെഷർമെന്റ് ചോദിക്കും. അതാണ് ചോദ്യം. ഞാൻ പറയുന്നു എന്താണത്, എന്താണിത്, അങ്ങനെ ഒന്നും ചോദിക്കില്ല. പക്ഷെ ഇവിടുത്തെ വാല്യൂസ്, മെഷർമെന്റ് കൃത്യമായി ചോദിക്കും. സോ നമുക്ക് നോക്കാം. ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എത്രയുണ്ട്, എത്രയുണ്ട്? ഫസ്റ്റ് വൺ ഇതാ. ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ ഇതാ, ദ ബൈ പരേറ്റൽ ഡയമീറ്റർ. ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിനകത്ത് വരുന്ന ഫസ്റ്റ് കാര്യം എന്താ? ദ ബൈ പരേറ്റൽ ഡയമീറ്റർ. ഏത് മുതൽ ഏത് വരെ? ആർക്കുറേ? ഇവിടുത്തെ മെഷർമെന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഏത് മുതൽ ഏത് വരെ? എനിവൺ? 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 പറഞ്ഞേ, ചോദ്യം വരും. ഞാൻ പഠിപ്പിക്കുന്നത് എക്സാക്ട് ഒരു ചാപ്റ്റർ പഠിപ്പിക്കാൻ. ഞാൻ ഓരോ കാര്യം ഓരോ ചാപ്റ്ററെ പഠിപ്പിക്കും. കാരണം ചോദ്യം വരുന്ന കാര്യങ്ങളെല്ലാം കൃത്യം പറയും. എന്താണ് ബൈ പരപ്പിൾ? എന്താണ് ബൈ പർ ഡയമീറ്റർ? എന്താണ് പഠിക്കണം. എന്താണ് ബൈ പരപ്പിൾ കാണണമെങ്കിൽ ദ പിക്ചർ ഉണ്ടോ? ദ പിക്ചർ കണ്ടോ? ദ പിക്ചർ കണ്ടോ? കണ്ടെങ്കിൽ ഇവിടെ എവിടെ ഉണ്ട് ബൈ പരപ്പിൾ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ബൈ പരപ്പിൾ? ഉണ്ടോ? ഉണ്ടോ? ഇതാണോ? 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 ഞാൻ കാണിച്ചതാണോ ബൈ പരേറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇതാണോ? യെസ് അല്ലേ? അവിടെ അപ്പുറത്തും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും ഏത് ബോണ്ട്? റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഏത് ബോണ്ട്? ഞാൻ ഈ ഒരു പിക്ചർ കാണിച്ചാൽ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബോണ്ട് പരേറ്റൽ ബോൺസ് ഉണ്ടോ? രണ്ട് പരേറ്റൽ ബോൺസ് തമ്മിലുള്ള ദ ഡയമീറ്ററിനെ പറയുന്ന പേരെന്താ? രണ്ട് പരേറ്റൽ ബോൺസ് തമ്മിലുള്ള ദ ഡയമീറ്ററിനെ പറയുന്ന പേരെന്താ? കൃത്യമായി ചോദിക്കും. രണ്ട് പരേറ്റൽ ബോൺസ് തമ്മിലുള്ള ഡയമീറ്ററിനെ പറയുന്ന പേരെന്താ? പറഞ്ഞേ, രണ്ട് പരേറ്റൽ ബോൺസ് തമ്മിലുള്ള ഡയമീറ്ററിനെ പറയുന്ന പേരെന്താ? അപ്പുറം ഒന്ന് റൈറ്റും ലെഫ്റ്റില്ലേ? റൈറ്റും ലെഫ്റ്റിലുമായിട്ട് രണ്ട് സൈഡിലുള്ള ഈ പരേറ്റൽ ബോൺസ് തമ്മിലുള്ള ജോയിൻസിനെ അല്ലെങ്കിൽ ഡയമീറ്ററിനെ പറഞ്ഞ പേരെന്താ? ബൈ പരേറ്റൽ ഡയമീറ്റർ എന്ന് പറയാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പരേറ്റൽ എമിനൻസ് അല്ലേ? കാണുന്നുണ്ടോ? അല്ലേ? അല്ലേ? സെൻട്രലുള്ള അല്ലേ? അല്ലേ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാരേറ്റൽ എമിനൻസ് ഈസ് കാൾഡ് എന്താ? ദ ട്രാൻസ്വേഴ്സ് ആണോ ബൈ പരേറ്റലാണോ? എക്സാമ്പിൾ ചോദിക്കും, ഓർമ്മിക്കണം. ഏതാ? ഏതാ? ബൈ പരേറ്റൽ ഡയമീറ്റർ അല്ലേ? അല്ലേ? അല്ലേടേ? അല്ലേടേ? ഇവിടെ വീണ്ടും ചോദ്യമുണ്ട്. ഇവിടെ വീണ്ടും ചോദ്യം. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് ഇത് ലെങ്ത് അല്ലേ? എക്സാമിന് സ്ഥിരം ചോദിക്കുന്നത് ലെങ്ത് അല്ലേ? കണ്ടു കാണും അല്ലേ? പലരും സ്ഥിരമായി കാണുന്ന ആൾക്കാരാണ്. എക്സാമിന് ചോദിക്കുന്നത് ലെങ്ത് അല്ലേ? എത്രയാ ഇത്? ട്രാൻസ്വേഴ്സ് എത്രയാ? ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? പൈ പരേറ്റൽ ഫസ്റ്റ് വരുന്നത്. ട്രാൻസ്വേഴ്സിനകത്ത് വരുന്ന ബൈ പാരലൽ ലെങ്ത് എത്രയാ? 9.5 സെന്റി. എക്സാമ്പിൾ ചോദിക്കും, ട്രാൻസ്വേഴ്സിനകത്ത് വരുന്ന ബൈ പാരലൽ ലെങ്ത് എത്രയാ? 9.5 സെന്റിമീറ്റർ. കിട്ടിയോ? ചോദിക്കോ? ഇത് ചോദിക്കാറുണ്ട്. കിട്ടിയോ? കിട്ടിയോ? ഫസ്റ്റ് വൺ
കിട്ടിയോ? ഫസ്റ്റ് കിട്ടി. ഓരോ പറയാം, സ്പീഡ് ഒന്നുമില്ല. കിട്ടിയല്ലോ. യെസ്, നെക്സ്റ്റ് വൺ ഇസ് ഇതാ. 2 more plus 1. 2 more plus 1. 2 more plus 7 wicket. 7. 7 or 8. 7 or 8. 8 മതിയല്ലോ. 8 മതിയോ? എന്ത് പറ്റിയേ? 8 എന്ത് പറ്റി? ജോലിക്ക് വന്നിട്ട് ഫുഡ് വെച്ചിട്ട് 8 അല്ലേ? ജോലിക്ക് പോയ ശേഷം ഫുഡൊക്കെ വെച്ചിട്ട് 8 മണിയല്ല. അതാണോ? 9 വേണ്ട. 9 ആയി കഴിഞ്ഞാൽ 8 ഓക്കെ അല്ലേ? ടുമോറോ 8 ഓക്കെ അല്ലേ? ടുമോറോ 8 ഓക്കെ അല്ലേ? 8 ഓക്കെ അല്ലേ? ടുമോറോ ഫസ്റ്റ് കിട്ടിയോ? ദ ബൈ പറയിട്ട് കിട്ടിയോ? ദ പിക്ചർ വച്ചുകൊണ്ട് തന്നെ കിട്ടിയോ? കിട്ടിയോ? ഫസ്റ്റ് വൺ ഇസ് ബൈ പറ കിട്ടിയോ? എത്ര സെന്റിമീറ്റർ? സെന്റിമീറ്റർ ലെങ്ത് 9.5 സെന്റിമീറ്റർ. 9.5 സെന്റിമീറ്റർ. സെക്കൻഡ് ഇതാ ബൈ ടെമ്പോറൽ ഡയമീറ്റർ. സെക്കൻഡ് ഇതാ ബൈ ടെമ്പോറൽ ഡയമീറ്റർ. സെക്കൻഡ് ഇതാ ബൈ ടെമ്പോറൽ. ടെമ്പോറൽ എന്താ? ടെമ്പോറൽ എന്താ? ടെമ്പോറൽ എന്താ? ബൈ ടെമ്പോറൽ എന്താ? ഓക്കെ, ഇത് പഠിക്കുമ്പോൾ പിക്ചർ വച്ചത് പഠിക്കണം. ഇത് പഠിക്കുമ്പോൾ പിക്ചർ വച്ചത് പഠിക്കണം. ഏതൊട്ട് ഇത് പറയാ? ബൈ ടെമ്പോറൽ എന്ന് പറയുമ്പോൾ എവിടെ വിട്ടാ? കോറോൺ സ്വിച്ച് തൊട്ട് ഇത് പറയാ? കോറോൺ സ്വിച്ചറിന്റെ ഏറ്റവും ഫർദസ്റ്റ് പോയിന്റ് ലെങ്ത് ആണോ? കോറോൺ സ്വിച്ചറിന്റെ ഏറ്റവും ഫർദസ്റ്റ് ലെങ്ത് ആണോ? കോറോൺ സ്വിച്ചറിന്റെ ഏറ്റവും ഫർദസ്റ്റ് ലെങ്ത് ആണോ? കോറോൺ സ്വിച്ചറിന്റെ ഏറ്റവും ഫർദസ്റ്റ് ലെങ്ത് ആണോ ഇത്? ആണോ? ദ ബൈ ടെമ്പോറൽ എന്ന് പറയുമ്പോൾ കോറോൺ സ്വിച്ചറിന്റെ ഏറ്റവും ഫർദസ്റ്റ് ലൈൻ ആണോ? പോയിന്റ് ആണോ? ആണോ? ബൈ ടെമ്പോറൽ എന്ന് പറയുമ്പോൾ കോറോൺ സ്വിച്ചറിന്റെ ഏറ്റവും ഫർദസ്റ്റ് പോയിന്റ് ആണോ? പറഞ്ഞേ. കോറോൺ എന്ന് പറയുമ്പോൾ, കോറോൺ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഏറ്റവും ഫർദസ്റ്റ് ആണോ അവിടെ? അവിടെ ആണ്. ദ ബൈ ടെമ്പോറൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഫർദസ്റ്റ് പോയിന്റ് ഓഫ് കോറോൺ സ്വിച്ചർ അല്ലേ? ബൈ ടെമ്പോറൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ കോറോൺ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് ഡയമീറ്റർ വിളിക്കുക എന്താ? കോറോൺ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് ഡയമീറ്ററിനെ വിളിക്കുന്ന പേരെന്താ? ബൈ ടെമ്പോറൽ ഡയമീറ്റർ. മറക്കരുത്. എത്രയാ സെന്റിമീറ്റർ? എത്രയാ? 8. 8ആണോ? 8ആണോ? എക്സാമിന് കേരള P6 പ്രീവിയസ് ചോദ്യമാണ്. ബൈ ടെമ്പോറൽ കോറോൺ സ്വിച്ചിന്റെ ഫർദസ്റ്റ് ഡയമീറ്റർ അല്ലേ? 8 അല്ലേ? 8 അല്ലേ? 8 അല്ലേ? 8 അല്ലേ? 8 അല്ലേ? 8 അല്ലേ? ആൻസർ 8 അല്ലേ? എങ്കിൽ ഫസ്റ്റ് പഠിച്ചതാ ദ ബൈ പറയിൽ എത്രയാ? ബൈ പറയിൽ എത്രയാ? 9.5. സെക്കൻഡ് പഠിച്ച ബൈ ടെമ്പോറൽ എത്രയാ? 8. വാല്യൂസ് മറക്കരുത്. വാല്യൂസ് ആണ് ചോദ്യം. എന്താണ് ചോദിക്കില്ല, വാല്യൂസ് ആണ് ഇമ്പോർട്ടന്റ്. ബൈ പറയിലാണെങ്കിൽ 9.5, ബൈ ടെമ്പോറിലാണെങ്കിൽ 8 സെന്റിമീറ്റർ. കിട്ടിയോ? 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 എന്ത് കിട്ടിയോ? എന്താണ് ചോദിക്കില്ല. ഇനി കേൾക്കാത്ത വാക്കാണ്. ദ സൂപ്പർ സബ് പറൈഡൽ ഡയമീറ്റർ. കേട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ സബ് പറൈഡൽ ഡയമീറ്റർ ഇത്രയും വർഷമായിട്ട് പഠിച്ചപ്പോൾ ഈ ഒരു വാക്ക് എവിടെയില്ല. സൂപ്പർ സബ് പറൈഡൽ ഡയമീറ്റർ വർഷങ്ങളായിട്ട് അപ്ഡേറ്റ് ആകാതെ കാണാതെ പലതും പഠിക്കുന്നതാണ് കേട്ടോ. വർഷങ്ങളായിട്ടല്ലേ പഴയ പല കാര്യങ്ങളും പഴയ കാര്യം പഠിക്കുന്ന കേട്ടോ. ഇതത് സൂപ്പർ സബ് പറൈഡൽ ഡയമീറ്റർ എന്താ? ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് അല്ലെ? ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഡയമീറ്റർ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അറിയില്ലല്ലോ. ശരിയല്ലേ?
ഒരു പിക്ചറിലെ സിമ്പിളായി പഠിക്കുക, കാണാൻ പഠിക്കണ്ട. രണ്ട് സൈഡിലും പെറൈൽ എമിനൻസ് ഉണ്ടോ? പിക്ചറിലെ രണ്ട് സൈഡിലും പെറൈറ്റൽ എമിനൻസ് ഉണ്ടോ? രണ്ട് സൈഡിലും പെറൈൽ എമിനൻസ് ഉണ്ടോ? 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 പറഞ്ഞേ. രണ്ട് സൈഡിലും പെറൈൽ എമിനൻസ് ഉണ്ട്. ഉണ്ട്. അതിന്റെ ഒരെണ്ണത്തിന്റെ ലോവസ്റ്റ് പോയിന്റും ലോവസ്റ്റ് പോർഷനും അടുത്തതിന്റെ ഹൈയസ്റ്റ് പോർഷൻ തമ്മിൽ വിളിക്കുന്ന പേരെന്താ? രണ്ട് സൈഡിലും പെറൈൽ എമിനൻസ് ഉണ്ട്. അതിന്റെ ഒരെണ്ണത്തിന് ലോവസ്റ്റ് പോയിന്റും മറ്റേതിന്റെ ഹയസ്റ്റ് പോയിന്റിലേക്ക് പോകുന്നതിന് പറയുന്നത് എന്താ? പോകുന്നതിന് പറയുന്നത് എന്താ? ഒന്നിന്റെ ഹയസ്റ്റ് പോയിന്റോട്ടും ഒന്നിന്റെ ലോവസ്റ്റ് പോർഷനിലോട്ട് പോകുമ്പോൾ എന്താ? സൂപ്പർ സൂപ്പർ സബ് പെറൈറ്റൽ. ഒരെണ്ണത്തിന്റെ ലോവസ്റ്റ് പോർഷനിൽ നിന്നും അടുത്തതിന്റെ ഹയസ്റ്റ് പോർഷനിലോട്ടും പോകുമെന്ന് പറയുന്നത് എന്താ? ഒന്നിന്റെ ലോവസ്റ്റ് പോർഷനിൽ നിന്നും മറ്റേതിന്റെ ഹയസ്റ്റ് പോർഷനിലോട്ട് പോകുന്നതിന്റെ പറയുന്നത് എന്താ? സൂപ്പർ സബ് സബ് സബ്. ബാക്കി സൂപ്പർ സബ് എന്താ? സൂപ്പർ സബ് എന്താ? സൂപ്പർ സബ് എന്താ? Parietal diameter, the distance between lowest portion of one of the parallel eminence to the highest portion of other 8.5 centimeter. 8.5 centimeter. 8.5 centimeter. രണ്ട് സൈഡ് ഭാഗത്തും പെറൈൽ എമിനൻസ് ഉണ്ടല്ലോ. രണ്ട് സൈഡ് ഭാഗത്തും പെറൈൽ എമിനൻസ് ഉണ്ടല്ലോ. ഉണ്ടോ? ഹെഡിന്റെ റൈറ്റും ലെഫ്റ്റും രണ്ടിലുണ്ടല്ലോ. ഉണ്ടോടെ? ബുദ്ധിയില്ലാത്ത ആൾക്കാർ പറയുന്നത്. ഒട്ട് ബുദ്ധി ഉണ്ടോ? ഇത് ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട സ്റ്റേറ്റസിന്റെ കാര്യങ്ങൾ ഗ്രൂപ്പിലുണ്ട്, പഠിച്ചായിരുന്നു. ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട സ്റ്റേറ്റസിന്റെ കാര്യം ഗ്രൂപ്പിനകത്തുണ്ട്, പഠിച്ചായിരുന്നോ? ഇന്ന് ഞാൻ ഇട്ട സ്റ്റേറ്റസ് 4 സ്റ്റേറ്റസ് ഇട്ടു. 4 ഇട്ടു. ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഇട്ടതിന്റെ ഫുൾ PDF പഠിച്ചു. ഇട്ട കാര്യം മാത്രമല്ല, ബുദ്ധിയുള്ള ആൾക്കാർ ഗ്രൂപ്പിലുള്ള എല്ലാം പഠിച്ചു. ഗ്രൂപ്പിലുള്ള അതിന്റെ PDF പഠിച്ചു. അത് നോക്കി സെർച്ച് ചെയ്ത് അത് ഇവിടെ ഉണ്ടോ? ലാസ്റ്റ് ദിവസയുടെ കാര്യം എടുത്ത് നോക്കിയായിരിക്കും അത് നോക്കിയോ ആരെങ്കിലും അത് കണ്ടോ ആദ്യം? ഗ്രൂപ്പിനകത്ത് കണ്ടോ ആദ്യം? ഫസ്റ്റ് ചോദ്യം കണ്ടോ ആദ്യം? ഗ്രൂപ്പ് കണ്ടോ? അത് കണ്ടു. പഠിച്ചോ ആദ്യം? അത് 66 എങ്ങനെയെങ്കിലും പഠിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ഇടുമ്പോഴെങ്കിലും നോക്കിയിട്ട് എവിടെ ഇടുന്നു അല്ലെ? സ്റ്റാറ്റസ് ഇട്ടു എവിടെ ഇടുന്നു അല്ലെ? എവിടെ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഗ്രൂപ്പിലുണ്ടോ? തോന്നിറക്കില്ല. ഗ്രൂപ്പിലുണ്ടോ? എന്നെ പഠിപ്പിച്ചത് ഒന്നുമില്ലല്ലോ. തോന്നാൻ വേണ്ടിയാണ്. തോന്നണം. അയച്ച കാര്യമാണ്. പഠിക്കണം. ഓക്കെ. പഠിക്കണം. നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഫസ്റ്റ് ഗുഡ് മോർണിംഗ് ആയിരിക്കുമല്ലോ. നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ഗുഡ് മോർണിംഗ് എനിക്ക് അയച്ചു പഠിക്കണം. നാളെ മുതൽ രാവിലെ ഫസ്റ്റ് എനിക്ക് അയക്കാറുണ്ട്. പലരും അയക്കാറുണ്ട്. ആശയൊക്കെ അയക്കാറുണ്ടല്ലേ ഗുഡ് മോർണിംഗ്. പക്ഷെ ഞാൻ റിപ്ലൈ തരില്ലല്ലോ. റിപ്ലൈ ഒന്നും തരില്ല. കാണാറുണ്ട്. ഒരു റിപ്ലൈ തരില്ല അല്ലേ? കാണാറുണ്ടല്ലോ. ഞാൻ റിപ്ലൈ കാണാറുണ്ട്. അയക്കണം. പഠിക്കും കേട്ടോ. പഠിക്കില്ലോ. അവസാന ചാൻസ് ആണ്. തോറ്റു പോകരുത് കേട്ടോ. തോക്കരുത്. ഒരിക്കലും തോക്കരുത്.
ഇതൊന്നും തോൽക്കരുത്, തോൽക്കരുതായിരിക്കും കേട്ടോ. ആരും മുമ്പിൽ ഒരിക്കൽ തോൽക്കരുത്, ആരെയും മുമ്പിൽ ഒരിക്കൽ തോൽക്കരുത്. എനിവൺ, ആരുമായിക്കോട്ടെ, ഒരിക്കലും എന്താണ് തോൽക്കരുത്. ഉണ്ടോ? എനി ടൈം ആരെങ്കിലും തോറ്റിട്ടുണ്ടോ? എനിവൺ എനി ടൈം ആരുടെയും മുമ്പിൽ തോറ്റിട്ടുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. അത്യാവശ്യമായിട്ട് അമ്മ അച്ഛനോ പൈസ കേട്ടപ്പോൾ കയ്യില്ല എന്ന് പറഞ്ഞ് ഉണ്ടോരെങ്കിലും? അത്യാവശ്യ സമയത്ത് കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എമർജൻസി സിറ്റുവേഷനിൽ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവായിട്ടുണ്ടോ? ഇല്ല, സത്യമല്ലേ? ഇല്ല. ഉണ്ടോ? എനിവൺ, ആരെയും ഉണ്ടോ? ആശ ഉണ്ട്, വേറെ ഉണ്ടോ? ആശ മോളും ഉണ്ട്, വേറെ ആരെയും ഉണ്ടോ? അത്യാവശ്യ സമയത്ത് ചോദിച്ചപ്പോൾ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയാനും ഉണ്ടോ? ആ ഒരവസ്ഥ വരരുത്, ആ ഒരവസ്ഥ വരരുത്. പഠിക്കൂ, പെർമനന്റ് ജോലി വേണം. സോ ദ ബൈ ടെമ്പോറൽ എന്ന് പറയുന്നതായിരിക്കും. ചോദിക്കട്ടെ, സൂപ്പർ സബ് എത്രയാ സെന്റിമീറ്റർ? സൂപ്പർ സബ് പാരൽ എത്രയാ? 8.5 അല്ലേ? സൂപ്പർ സബ് പാരൽ എത്രയാ? എത്രയാ? എത്ര? ഇത് പഠിക്കാത്ത എത്ര? 8.5. 8.5. அந்த ബൈ പാരൽ എത്രയാ? ബൈ പാരൽ 2 പാരൽ എത്രയാ? ചോദിക്കും. 9.5. 9.5. 8.5യും 9.5 കിട്ടിയല്ലോ. 8.5യും 9.5 കിട്ടിയല്ലോ. കിട്ടി. അടുത്തതാ, തേടതാ ബൈ ടെമ്പോറൽ. ടെമ്പോറലാണോ? ആണോ? ആണോ? എത്രയായിരിക്കും? ടെമ്പോ എത്രയാ? 8ആണോ? 8അല്ലേ? ടെമ്പോ എന്ന് പറയുമ്പോ കോർണർ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? ടെമ്പോറൽ എന്ന് പറയുമ്പോൾ കോർണർ സ്വിച്ചറിന്റെ ഫർദർ ഡിസ്റ്റൻസ് അല്ലേ? ഏറ്റവും കൂടിയല്ലേ? കോർണർ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് ഡിസ്റ്റൻസിനെ പറഞ്ഞപ്പോ എന്താ? ശബ്ദം പോയിരിക്കുകയാണെ കേട്ടോ. ശബ്ദമില്ലേ? ഞാൻ പറഞ്ഞില്ലേ ശബ്ദം? തൊണ്ട അങ്ങ് മുറിഞ്ഞിരിക്കട്ടോ, അങ്ങനെ പറഞ്ഞല്ലോ. ദ കോർണർ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് പോയിന്റ് പറഞ്ഞ പേരെന്താ? കോർണർ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് പോയിന്റ് പറഞ്ഞ പേരെന്താ? ബൈ ടെമ്പോറല്ലേ? കോർണർ സ്വിച്ചറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കോർണർ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് പോയിന്റ് പറഞ്ഞ പേരെന്താ? ആ സൈഡിലും ഈ സൈഡിലും ഉള്ള കോർണർ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് പോയിന്റ് പറഞ്ഞ പേരെന്താ? ബൈ ടെമ്പോറൽ. കാണുന്നുണ്ടോ? ദ പിക്ചർ കാണുന്നുണ്ടോ? പിക്ചർ ബൈ ടെമ്പോറൽ കാണുന്നുണ്ടോ? ആരെങ്കിലും കോർണർ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് പോയിന്റിനെ വിളിക്കുമ്പോ ബൈ ടെമ്പോറൽ. എത്ര സെന്റിമീറ്റർ ആണ്? 8 സെന്റിമീറ്റർ അല്ലേ? ബൈ ടെമ്പോറൽ ആണെങ്കിൽ 8 സെന്റിമീറ്റർ. കോർണർ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് 2 പോയിന്റ് തമ്മിൽ വിളിക്കുന്ന പേരെന്താ? കോർണർ സ്വിച്ചറിന്റെ ഫർദസ്റ്റ് 2 പോയിന്റ് തമ്മിൽ വിളിക്കുന്ന പേരെന്താ? ബൈ ടെമ്പോറൽ എന്ന് വിളിക്കാം. ക്ലിയർ? 8 സെന്റിമീറ്റർ അല്ലേ? 8 അല്ലേ? 8 ആണോ? 8 സെന്റിമീറ്റർ അല്ലേ? 8 സെന്റിമീറ്റർ അല്ലേ? കോറോണൽ എപ്പോഴും 8 ആണ്. പക്ഷെ എക്സാമിൽ ചോദിക്കുന്നത് ബൈ ടെമ്പോറൽ ചോദിച്ചാൽ കോറോൾ ഓർമ്മ വരും? ഇല്ലല്ലോ, അല്ലേ? ടെമ്പോറൽ ചോദിച്ചാൽ കോറോൾ ഓർമ്മ വരില്ല. റൈറ്റ്?
ടെമ്പോറൽ ചോദിച്ചാൽ കോർവോൺ ഓർമ്മ വരില്ല. അത് സത്യമല്ലേ? 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 അതുകൊണ്ട് പറഞ്ഞ് ക്ലാസ് കൃത്യം പഠിക്കുക. ക്ലാസ് കൃത്യം പഠിക്കുക. കോറോൺ സൂചന്റെ രണ്ട് ഫർദസ്റ്റ് പോയിന്റ് എന്താ? കോറോൺ സൂചന്റെ രണ്ട് ഫർദസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ? ഫർദസ്റ്റ് അപ്പുറത്തുള്ളൂ എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ബൈ ടെമ്പോറൽ അല്ലേ? കോറോൺ സൂചൻ രണ്ട് ഫർദസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ? ബൈ ടെമ്പോറൽ. ടെമ്പോറൽ വിളിക്കുക. എത്ര? 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ. എത്ര കിട്ടിയോ? ഫസ്റ്റ് 3 ക്ലിയർ ആയോ? ഫസ്റ്റ് 3 ക്ലിയർ ആയോ? ഏതൊക്കെ പറഞ്ഞ? ഏതൊക്കെ പറഞ്ഞു? ആലോചിക്ക്. സ്റ്റാർട്ടിങ് എവിടുന്ന? സ്റ്റാർട്ടിങ് എവിടുന്ന? ഹെഡ് അല്ലേ? സ്റ്റാർട്ടിങ് എവിടുന്ന? സ്റ്റാർട്ടിങ് എവിടുന്ന? ഹെഡ് അല്ലേ? ഹെഡിന്റെ ഡയമീറ്റർ അല്ലേ? കഴിഞ്ഞ ദിവസം പെൽവിസ് പഠിച്ചു, ഇന്ന് ഹെഡ് പഠിക്കുകയാണ്. ആദ്യം പറയാൻ എന്താ? നമുക്ക് ഇന്ന് ഡയമീറ്റേഴ്സ് നോക്കാം. അത് ഫസ്റ്റ് ചെയ്താ ട്രാൻസ്വേഴ്സ് പറഞ്ഞല്ലോ. ട്രാൻസ്വേഴ്സ് പറഞ്ഞോ? രണ്ട് പാരലൽ ബോൺസിന്റെ ഡയമീറ്റേഴ്സ് വിളിക്കാം ബൈ രണ്ട് പാരലൽ ബോൺസ് തമ്മിലുള്ള ഡയമീറ്ററിനെ പറയുന്ന പേരെന്താ? രണ്ട് പാരലൽ ബോൺസ് തമ്മിലുള്ള ഡയമീറ്ററിനെ പറയുന്ന പേരെന്താ? ബൈ പാരലൽ. എത്ര ഡിസ്റ്റൻസ്? എത്രയാ? ചോദ്യം വരും. എത്ര സെന്റിമീറ്റർ? 9.5 സെന്റിമീറ്റർ. അടുത്ത് പഠിച്ച കാര്യം ബൈ ടെമ്പോറൽ. നെക്സ്റ്റ് പഠിച്ച ബൈ ടെമ്പോറൽ എന്താ? കോറോൺ സൂചി തമ്മിലുള്ള ഫർദസ്റ്റ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏതാ? ബൈ ടെമ്പോറൽ. എത്ര സെന്റിമീറ്ററാ? 8 സെന്റിമീറ്റർ. ക്ലിയർ? കിട്ടിയോ? ഇത് എവിടെയും പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യം എവിടെ പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പഠിച്ചില്ലല്ലോ. ഇങ്ങനെ പഠിച്ചിട്ടില്ല. വാക്ക് വേറെ അല്ലേ? അയച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പൊ എഴുതി അയച്ചു കേട്ടോ. കാരണം ഞാൻ പറയാൻ കാരണം അടുത്ത് പഠിക്കാൻ പോകുന്ന പേരെന്താ? സബ് പാരലൽ ഡയമീറ്റർ ഉണ്ടെങ്കിൽ, സൂപ്പർ സബ് പാരലൽ ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ലല്ലോ. എവിടെയെങ്കിലും സൂപ്പർ സബ് പാരലൽ? വർഷങ്ങളായിട്ട് സ്കള്ള് പഠിച്ചിട്ടും ഇതുവരെ സൂപ്പർ സബ് പാരലൽ ഉണ്ടെങ്കിൽ ഇല്ല. പറയില്ലല്ലോ. പലരും സൂപ്പർ സബ് പാരലൽ ഇല്ല. എനിക്കറിയില്ല. ഇല്ലല്ലോ. ഇല്ല. എന്താണ് സൂപ്പർ സബ് പാരലൽ ഡയമീറ്റർ? ഓരോ വാക്കും പറയാതെ എന്താണ് സൂപ്പറാണ്. നിങ്ങൾ സൂപ്പറാണ്. സൂപ്പർ സബ് പാരലൽ എന്താണ്? സൂപ്പർ സബ് പാരലലോ കേട്ടില്ല. എന്തായിരിക്കും പിക്ചറോടെ? എന്താ കാണുന്നുണ്ടോ? ഈ ഒരു പിക്ചറിൽ എവിടെയെങ്കിലും വരാ? ഈ ഒരു പിക്ചർ കാണുന്നുണ്ടോ? ആർക്ക് പറയാം? എവിടെയും കാണുന്നുണ്ടോ? സൂപ്പർ കാണുന്നുണ്ട്. പേര് കാണുന്നുണ്ടെങ്കിൽ ഉണ്ട്. പിക്ചറിനകത്ത് ഞാൻ മാർക്ക് എടുത്ത് സൂപ്പർ സബ് കാണുന്നുണ്ടോ? ഞാൻ മാർക്ക് എടുത്ത് സൂപ്പർ സബ് പാരലൽ കാണുന്നുണ്ടോ? ഉണ്ട്. വർഷങ്ങളായിട്ട് സ്കള്ളിന്റെ പിക്ചറിനകത്ത് ഉണ്ട്. പക്ഷെ കണ്ടില്ലല്ലോ. വർഷങ്ങളായിട്ട് ഫീറ്റൽ സ്കള്ളിനകത്ത് ഈ കാര്യം മാർക്കിംഗ് ഉണ്ട്. പക്ഷെ അന്ന് പഠിച്ചില്ല. അന്ന് എപ്പോഴും പഠിക്കുന്നത് ടെമ്പോറലും പാരലലും സജേറ്റിലും ഫ്രോഡിലും മാത്രമല്ലേ? അന്ന് എപ്പോഴും പഠിക്കുന്നത് ടെമ്പോറൽ എന്താണ്, സജേറ്റിൽ എന്താണ്, ഫ്രോണിൽ എന്താ. ശരിയല്ലേ? ഓക്സിബിൾ എന്താ. ശരിയല്ലേ? പക്ഷെ ഇതുവരെയായിട്ട് സൂപ്പർ സബ് പാരലൽ ഡയമീറ്റർ പഠിച്ചിട്ടില്ല. റൈറ്റോടോ? ശരിയാണല്ലേ?
വർഷങ്ങളായിട്ട് ഇതുവരെ സൂപ്പർ സബ് പേര് പഠിച്ചിട്ടുണ്ടോ? ഇത് എവിടെയാ ഉള്ളത്? എവിടെയാ ഉള്ളത്? എന്താ ഇത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പിക്ചർ ഉണ്ട് പറഞ്ഞേ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതോ ലോവസ്റ്റ് അല്ലേ? ദ പിക്ചർ കാണാം, ഏതോ ഭാഗം ലോവസ്റ്റ് അല്ലേ? ഏതോ ഭാഗം ലോവസ്റ്റ് അല്ലേ? താഴ്ന്ന ഭാഗമാണ് ഇത്. ലോവസ്റ്റ് പോർഷൻ ഓഫ് ഇതാ. ലോവസ്റ്റ് ഹൈസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? രണ്ട് സൈഡ് ഭാഗത്തും എന്തുണ്ട്? ദ പിക്ചർ നോക്കിയേ. ദ സ്ട്രെയിൽ എന്നുണ്ട് നോക്കിയേ. രണ്ട് സൈഡ് സ്ട്രെയിൽ എന്നുണ്ട്. പറയിൽ ലെമൻസ് ഉണ്ടോ? രണ്ട് സൈഡ് ഭാഗത്തും സ്ട്രെയിൽ ലൈൻ പറയിൽ ലെമൻസ് ഉണ്ടോ? രണ്ട് സൈഡ് ഭാഗത്ത് സ്ട്രെയിൽ ലൈൻ പറയിൽ ലെമൻസ് ഉണ്ടോ? ഉണ്ടോ? നോക്കി. രണ്ട് ഭാഗത്തും സ്ട്രെയിൽ ലൈനായിട്ട് സ്കള്ളിൽ പറയിൽ ലെമൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന്റെ ലോവസ്റ്റ് പാർട്ട് അല്ലേ? അതിന്റെ ഒരെണ്ണത്തിൽ നിന്നും ലോവസ്റ്റ് പാർട്ടിൽ നിന്നും അടുത്തതിന്റെ ഹയസ്റ്റ് പോയിന്റിലേക്ക് പോകുക പറയുന്നത് എന്താ? ലോവസ്റ്റ് കാണുന്നുണ്ടോ? ഒരെണ്ണത്തിന്റെ ലോവസ്റ്റ് പാർട്ട് അല്ലേ? ഒരെണ്ണത്തിന് ലോവസ്റ്റ് പാർട്ടിൽ നിന്നും അടുത്തതിന്റെ ഹയസ്റ്റ് പോർഷനിലോട്ട് പോകുക പറയുന്നത് എന്താ? സുപ്ര സുപ്ര സബ് 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 പറഞ്ഞേ. സുപ്ര സബ് സുപ്ര സബ് ഒരെണ്ണത്തിന് ലോവസ്റ്റ് പോർഷനിൽ നിന്നും അടുത്തൊരു ഹയസ്റ്റ് സുപ്ര സബ് പാർഷ്യൽ. സുപ്ര സബ് പാർഷ്യൽ ഡയമീറ്റർ എന്ന് പറയാം. സോ ചോദ്യം വരും, ഇത് എവിടെ ഉള്ളതാണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവസ്റ്റ് പോർഷൻ ഓഫ് പറയിൽ ലെമൻസ്. പിക്ചർ നോക്കുക. റൗണ്ട് കണ്ടോ? റൗണ്ട് കണ്ടോ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവസ്റ്റ് പോർഷൻ ഓഫ് പറയിൽ ലെമൻസ് അല്ലേ? ഇതാ കാണുന്നുണ്ടോ ആരെങ്കിലും? കണ്ടോ? വ്യക്തമായി പഠിക്കുക. കാണുന്നുണ്ടോ ആരെങ്കിലും? ഇവിടെ 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 പറയിൽ ലെമൻസ് ആണുണ്ടോ? പറയിൽ ലെമൻസ് ആണുണ്ടോ? അതുകൊണ്ട് 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 ഹയസ്റ്റ് പോർഷൻ മാത്രമല്ലേ? രണ്ട് സൈഡ് ഭാഗത്ത് എപ്പോഴും പറയിൽ ലെമൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന്റെ ലോവസ്റ്റ് പോർഷനിൽ നിന്നും ഹയസ്റ്റ് പോയിന്റിലോട്ട് പോയി പറഞ്ഞത് എന്താ? സുപ്ര സബ് 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 എന്താ? സബ് പാർഷ്യലാണോ പറയിലാണോ? എന്താ സൂപ്പർ സബ്? എന്താ ആ ചോദ്യം? എന്താ സബ്? എന്താ സബ്? എന്താ സബ്? എന്താ സൂപ്പർ സബ്? എന്താ? പെറൈറ്റൽ പെറൈൽ ഡയമീറ്റർ 8.5 സെന്റിമീറ്റർ ആണ്. ക്ലിയർ 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 ക്ലിയർ. വളരെ വ്യക്തമായി പഠിച്ചു. വളരെ വ്യക്തമായി പഠിച്ചു. പഠിച്ചു എല്ലാവരും വളരെ വ്യക്തമായി പഠിച്ചു. ഈ ഒരു കാര്യം വളരെ വ്യക്തമായി എല്ലാവരും പഠിച്ചു. സാധാരണ കേൾക്കാത്ത വാക്കല്ലേ? നോർമലി കേൾക്കാത്ത വാക്കല്ലേ ഇത്? സൂപ്പർ സബ് കേട്ടല്ലോ? ഇല്ലല്ലോ ഇല്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞ ഉണ്ടോ? ഒന്നുകൂടെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പണ്ടൊക്കെ ഇല്ലേ? 2 വർഷം മുമ്പ് സ്കൾ എന്ന് പറയുന്നത് അറിയാമോ? 2 വർഷം മുമ്പ് സ്കൾ പറയാമോ? 2 വർഷം മുമ്പ് സ്കൾ ഷേപ്പ് എന്താ? ഓൾ ഷേപ്പ് അല്ലേ? 2 വർഷം എല്ലാം എല്ലാം പറയും. ഞാൻ എല്ലാം പറയും. 2 വർഷം പഠിക്കുന്ന കാര്യം ഷേപ്പ് സ്ഥലത്ത് ഓവൽ ഷേപ്പ്. ഓവൽ ഷേപ്പ് 2 വർഷം പഠിക്കുന്ന കാര്യം സ്കൾ ഷേപ്പ് എന്താ? ഓവൽ ഷേപ്പ്. ശരിയാണോ? ഫസ്റ്റ് പോയിന്റ് ഇസ് ഓവൽ ഷേപ്പ്. റൈറ്റ് ഓർ റോങ്? ഷേപ്പ് ഓഫ് സ്കൾ എന്താ? ഓവൽ ഷേപ്പ് അല്ലേ? ഷേപ്പ് ഓഫ് സ്കൾ ഓവൽ ഷേപ്പ് ആണ്. എത്ര സൂച്ചർ ഉണ്ട്? ദ ഫ്രോണ്ടിലുണ്ട് ആൻഡ് പെരലുണ്ട് ആൻഡ് ഓക്സിബിളിലെ 2 ഫ്രോണ്ടിലുണ്ട്, 2 പെരലുണ്ട്, ഒരു ഓക്സിബിളിലെ 2 ഫ്രോണ്ടുണ്ട്, 2 പെരലും ഒരു ഓക്സിബിളിലുണ്ട് അല്ലേ? വരുന്നുണ്ടോ? വരുന്നുണ്ടോ?
വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏതാ? ലംബോളുണ്ടോ? ലംബോൾ സിസ്റ്റർ, ലംബോൾ ബിറ്റ്വീൻ ദ ഓക്സിപിറ്റൽ പെരൽ, ബിറ്റ്വീൻ ദ ഓക്സിപിറ്റൽ പെരൽ ഉണ്ടോ? ഉണ്ട്, ഉണ്ടല്ലേ? അത് പണ്ട് പഠിക്കുന്നതല്ലേ? പണ്ട് പഠിക്കുന്നതൊക്കെ അല്ലെ? വർഷങ്ങൾ പഠിക്കുന്നതല്ലേ? അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതല്ലേ? അവിടെ വീട്ടിൽ ചോദിട്ടായിരുന്നു ആന്റിയർ ഫോണിൽ വിളിക്കുന്ന എന്താ? ആന്റിയർ ഫോണിൽ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ശബ്ദമില്ല. ബ്രഗ്മല്ലേ? ബ്രഗ്മ. ആൻഡ് പോസ്റ്റ് എന്താ? പോസ്റ്റ് എന്താ? ലാംഡ. കേട്ട കാര്യമാണ്. ആന്റി ആണെങ്കിൽ ബ്രഗ്മ എന്നും പോസ്റ്റ് ആണെങ്കിൽ ലാംഡ. അവിടെ വീണ്ടും ചോദ്യമുണ്ട്, ആന്റി എപ്പോ ക്ലോസ് ചെയ്യും? ആന്റി ഫോണിൽ എപ്പോ ക്ലോസ് ചെയ്യും? 1.5 വർഷമാണോ 1.5 മാസമാണോ? 1.5 വർഷമാണോ 1.5 മാസമാണോ? എപ്പോഴാ ആന്റി? എപ്പോഴാ? 1.5 വർഷമാണോ? വർഷം എപ്പോഴാ? 1.5 വർഷം. എത്ര മാസം? 1.5 വർഷം എന്ന് പറയും. എത്ര മാസമാ? 1.5 വർഷം എന്ന് പറയുമ്പോൾ അതും ചോദ്യമാണ്. എത്ര മാസമാ? അതും ചോദ്യമാണ്. 18 മാസമാണോ? 1.5 വർഷം എന്ന് പറയുമ്പോൾ എത്ര മാസമാ? 18 മാസം. നെക്സ്റ്റ്, ദ പോസിറ്റീവ് ഫോമിൽ എപ്പോ ക്ലോസ് ചെയ്യും? 1.5 മാസം. 1.5 മാസം. എത്ര മാസം? മാസം. 2 ചോദ്യം പ്രീവിയസ് ചോദ്യമാണോ? 2 ചോദ്യം പ്രീവിയസ് ചോദ്യമാണോ? അല്ലേ? 2 പ്രീവിയസ് ചോദ്യമല്ലേ? പക്ഷെ അവിടെ എവിടെയെങ്കിലും ഇതുവരെയായിട്ട് സൂപ്പർ സബ് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും സൂപ്പർ സബ് ഇല്ല. ഇത്രയും വർഷം ഒരിക്കലും സൂപ്പർ സബ് ഒന്നും കേട്ടിട്ടില്ല. വർഷങ്ങൾ ഇതുവരെ സൂപ്പർ സബ് ഒന്നും കോളേജിൽ പോലും പഠിച്ചിട്ടില്ല. കോളേജിൽ പോലും പഠിച്ചിട്ടില്ല. ശരിയല്ലേ? വർഷങ്ങൾ ഒരു കോളേജിൽ പോലും പഠിച്ചിട്ടില്ല. റൈറ്റ് അല്ലേ? ശരിയല്ലേ? വർഷങ്ങൾ കോളേജിൽ പോലും പഠിച്ചിട്ടില്ല. റൈറ്റ് അല്ലേ? സൂപ്പർ സബ് പാരൽ ഡയമണ്ട് അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഏതൊരു ദൂരെയാ? ഏതൊരു ദൂരെയാ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ഏതാ? പാരൽ മീൻസ് തൊട്ട് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ആ സൈഡിൽ. കണ്ടായിരുന്നല്ലോ? കണ്ടല്ലോ? പിക്ചർ ഉണ്ടല്ലോ? പിക്ചർ ഉണ്ടല്ലോ? കണ്ടല്ലോ? കണ്ടല്ലോ? യെസ്. ക്ലിയർ? ക്ലിയർ അല്ലോ? ഞാൻ വരച്ച് കാണിച്ചത് ക്ലിയർ അല്ലോ? വരച്ച് കാണിച്ച് ക്ലിയർ അല്ലോ? കിട്ടി? കിട്ടി? ട്രാൻസ്വേഴ്സിനകത്തുള്ള ബൈ പാരറ്റിലും ബൈ ടെമ്പോറലും സൂപ്പർ സബ് പാരൽ കിട്ടിയല്ലോ. 3 കിട്ടിയല്ലോ. 3 കിട്ടിയല്ലോ. ശബ്ദം കിട്ടി. 3 കിട്ടിയോ? 3 കിട്ടിയോ? 3 കിട്ടിയോ? 3 കിട്ടിയോ? എല്ലാരും പറഞ്ഞു കിട്ടിയോ? ചോദിക്കട്ടെ? ചോദിക്കട്ടെ? ഒരു പെരൽ ബോണ്ട് ലോവസ്റ്റ് എമിനൻസിൽ നിന്നും അടുത്ത പെരൽ ബോണ്ട് ഹയസ്റ്റ് എമിനൻസ് വരെയുള്ള ഡിസ്റ്റൻസ് പറഞ്ഞ പേരെന്താ? ഒരു അപ്പുറത്തുള്ള ലോവസ്റ്റ് പോർഷനുള്ള പാരൽ ബോണിൽ നിന്നും ഹയസ്റ്റ് അപ്പുറത്തുള്ള റൈറ്റ് സൈഡിലുള്ള എന്താണ്? ഹയസ്റ്റ് ബോണുള്ള എന്ന് വിളിക്കാം. ദ ഡിസ്റ്റൻസ് ഇസ് കാൾഡ് as സൂപ്പർ സബ് പാരൽ ഡയമീറ്റർ. ലെങ്ത് ഉണ്ടോ? അത് ലെങ്ത് 8.5 സെന്റിമീറ്റർ. എക്സാമിന് എപ്പോഴും ചോദ്യം വരുന്നത് ട്രാൻസ്വേഴ്സിനകത്താണ്. നിങ്ങൾ അറിയേണ്ട കാര്യം, കേരള PSC എക്സാമിന് എപ്പോഴും ചോദ്യം വരുന്നത് ട്രാൻസ്വേഴ്സിനകത്ത് നിന്നാണ്. ആദ്യം 9.5 എന്താ? 9.5 എന്താ? 9.5 എന്താ? ബൈ 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 പാരേറ്റൽ. ബൈ പാരേറ്റൽ. ആ 8 സെന്റിമീറ്റർ എന്താ? 8 എന്താ? 8 എന്താ? ബൈ ടെമ്പോറൽ. ഓർമ്മിക്കുക. ഓർമ്മിച്ചാൽ മാത്രം മതി. 8.5 എന്താ? സബ് സൂപ്പർ പാരേറ്റൽ ഡയമീറ്റർ. ഓർമ്മിച്ചാൽ മാത്രം മതി. ക്ലിയർ? ഫസ്റ്റ് 3 കിട്ടിയോ? ഫസ്റ്റ് 3 കിട്ടിയോ? ക്ലിയർ ആയല്ലോ?
നേരത്തെ ക്ലിയർ ആയിരുന്നു. സ്പീഡിൽ മനസ്സിലാവും, സ്പീഡിൽ പറയാൻ മനസ്സിലാവുന്നതൊക്കെ, സ്പീഡിൽ പറയാൻ മനസ്സിലാവുന്നു. അയ്യോ ക്ലാസ് തീർക്കണം, പെട്ടെന്ന് തീർക്കണം, മനസ്സിലാവുന്നു. ഇല്ല, ക്ലാസ് പെട്ടെന്ന് തീർക്കണം, മനസ്സിലാവും, മനസ്സിലാവില്ല, മനസ്സിലാവില്ല. അതുകൊണ്ട് നാളെ എപ്പോൾ ക്ലാസ് വെക്കണം, നാളെ എപ്പോൾ ക്ലാസ് വെക്കണം. ഇതുവരെയുള്ള ഉപജീവനം പഠിച്ചോ, ഇതുവരെയുള്ള ഉപജീവനം പഠിച്ചോ, ഇതുവരെയുള്ള ഉപജീവനം പഠിച്ചോ, പഠിച്ചോ. പ്രൊജക്ട് കിട്ടിയോ, ഞാൻ എഴുതിയ നോട്ട്സ് കിട്ടിയോ, ഞാൻ എഴുതിയ നോട്ട്സ് കിട്ടിയോ, ഞാൻ എഴുതിയ നോട്ട്സ് കിട്ടിയോ, എഴുതിയ നോട്ട്സ് കിട്ടിയോ, എഴുതിയത് എഴുതി 286 പേജ് കിട്ടിയോ, കിട്ടിയോ 286? ഇല്ലാത്ത കിട്ടിയില്ല, കിട്ടിയല്ലോ. ഇല്ല പ്രതി കിട്ടിയല്ലോ. നീ ഇത് ശശികുട്ടൻ കിട്ടിയല്ലോ, ശശികുട്ടൻ കിട്ടിയല്ലോ, ശശികുട്ടൻ കിട്ടിയല്ലോ, ശശികുട്ടൻ കിട്ടിയല്ലോ. നല്ല കാര്യം. പഠിക്കട്ടെ, പഠിക്കേ. സോനെക്സ് ചെയ്താ ശശികുട്ട പഠിച്ചോടെ, രാഗി പഠിച്ചോടെ, പഠിച്ചു പഠിക്കണം. രാഗി അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്നും സ്റ്റാഫ് നേഴ്സ് ആവോ, രാഗി ഗോപാലകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്നും സ്റ്റാഫ് നേഴ്സ് ആവോ പ്രൊഫസർ? രാഗി അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്നും താൻ പഠിപ്പിക്കുന്ന കോളേജിൽ നിന്നും പഠിച്ചു മാറി സ്റ്റാഫ് നേഴ്സ് ആവോ, അതോ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അടുത്ത പ്രൊഫസർ ആവോ? ആ സ്റ്റാഫ് നേഴ്സ് ആവട്ടോ. പ്രൊഫസറിൽ നിന്നും സ്റ്റാഫ് നേഴ്സ് ആവട്ടോ. പാടിക്കും. അത് കുറവായ ജോലിയല്ലേ, അല്ലേടേ? ആലോചിക്കില്ലേ? അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്നും സ്റ്റാഫ് നേഴ്സ് ആവണോ? ആവണോടെ? ആകണം, ആകണം, ആകണ്ടേ, ആകണ്ടേ? പഠിക്കും, ആകണം. പെർമനന്റ് ജോലി അല്ലേ, ആഗ്രഹിക്കുന്നത് പെർമനന്റ് ജോലി അല്ലേ, ആഗ്രഹിക്കുന്നത് പെർമനന്റ് ജോലി അല്ലേ, ആകണം. അല്ലാതെ ഇത് ടെമ്പററി ആകാൻ പാടില്ല. സോ ഫസ്റ്റ് 3 ക്ലിയർ ആയല്ലോ, ഫസ്റ്റ് 3 ഡയമീറ്റർ കിട്ടിയല്ലോ. 4ാമതുണ്ട് ബൈ മാസ്റ്റേർഡ്, 4ാമതുണ്ട് ബൈ മാസ്റ്റേർഡ്. എന്താ ബൈ മാസ്റ്റേർഡ്? എന്താ ബൈ മാസ്റ്റേർഡ്? ബൈ മാസ്റ്റേർഡ്, മാസ്റ്റേർഡ് എന്താ, മാസ്റ്റേർഡ് എന്താ, ബൈ മാസ്റ്റേർഡ് എന്താ, എന്തായിരിക്കും? എവിടെ തരിക? ഫോർത്ത് ബൈ മാസ്റ്റേർഡ് എന്താ, എന്താണ് ബൈ മാസ്റ്റേർഡ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിൽ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിൽ, ബോത്ത് ഏതൊക്കെ തമ്മിൽ, ദ ടിപ്പ് ഓഫ് എവിടെയാ, ദ ടിപ്പ് ഓഫ് എവിടെയാ, മാസ്റ്റേർഡ് പ്രോസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ, ആണോ? മാസ്റ്റേർഡ് പ്രോസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ, മാസ്റ്റേർഡ് പ്രോസസ് ആണോ, മാസ്റ്റേർഡ് പ്രോസസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താ? ബൈ മാസ്റ്റേർഡ് ഡയമീറ്റർ. മാസ്റ്റേർഡ് പ്രോസസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താ? എന്താ വിളിക്കാം? എന്തല്ലേ ബൈ മാസ്റ്റേർഡ് അല്ലേ? നമ്മുടെ മാസ്റ്റേർഡ് പ്രോസസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താ? മാസ്റ്റേർഡ് ഡയമീറ്റർ. 7.5 സെന്റിമീറ്റർ, 7.5 സെന്റിമീറ്റർ, 7.5 സെന്റിമീറ്റർ. വീണ്ടും ചോദ്യം, ബൈ പാരലൽ, ബൈ പാരലൽ 9.5, 9.5. and temporal 8 centimeter. The super sub 8.5 centimeter. And the by master 7.5 centimeter. Clear? 4 കിട്ടിയോ? 4 എന്താണെന്നും 4ന്റെ ഡയമീറ്റർ കിട്ടിയോ? 4 കാര്യം 4 എന്താണെന്നും ഡയമീറ്റർ കിട്ടിയോ? 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 കിട്ടി? ഇല്ല കിട്ടിയോ? എന്താ പറഞ്ഞെന്താ? ഇത്രയും സമയം പറഞ്ഞ ഡയമീറ്റർ ഏതാ? ട്രാൻസ്വേഴ്സ് അല്ലേ? ഇത്രയും സമയം പറഞ്ഞ ഡയമീറ്റർ ഏതാ? ട്രാൻസ്വേഴ്സ് അല്ലേ?
ട്രാൻസ്വേഴ്സിനകത്ത് വരുന്ന 4 കിട്ടിയോ? ട്രാൻസ്വേഴ്സിനകത്ത് വരുന്ന 4 കിട്ടിയോ? കിട്ടിയോ? 2 പെറൈറ്റൽ എമിനൻസ് തമ്മിലുള്ള ദ ഡിസ്റ്റൻസ് പറഞ്ഞ പേരെന്താ? 2 പെറൈറ്റൽ എമിനൻസ് തമ്മിലുള്ള ദ ഡിസ്റ്റൻസ് പറഞ്ഞ പേരെന്താ? ബൈ പെറൈറ്റൽ. എത്രയാ? 9.5. സെക്കൻഡ് ചോദ്യം, കോറോണസ് ഫ്യൂച്ചറിന്റെ ഫർദസ്റ്റ് പോയിന്റ് തൊട്ടുള്ള 2 ഡിസ്റ്റൻസ് വിളിക്കാം. ബൈ ടെമ്പോറൽ 8 സെന്റിമീറ്റർ. നെക്സ്റ്റ് ചോദ്യം, പെറൽ എമിനൻസിന്റെ താഴെയുള്ള ഭാഗത്തു നിന്നും ഹയസ്റ്റ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വിളിക്കുന്ന പേരെന്താ? പെരയിലിന്റെ ലോവസ്റ്റ് എമിനൻസ് തൊട്ട് ഹയസ്റ്റ് എമിനൻസ് വരെയുള്ള ഡിസ്റ്റൻസ് വിളിക്കുന്നത് എന്താ? സബ് 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 സൂപ്പർ സബ് പെരൽ അല്ലെ? എത്ര ഡിസ്റ്റൻസ്? 8.5. 2 മാസ്റ്റോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വിളിക്കുന്നത് എന്താ? ബൈ മാസ്റ്റോൾ 7.5 സെന്റിമീറ്റർ. ട്രാൻസ്വേഴ്സുമായി ബന്ധപ്പെട്ടുള്ള 4 കിട്ടിയോ? ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഓഫ് ഫീറ്റൽ ഹെഡ്. ഫീൽ ഹെഡിന്റെ ട്രാൻസ്വേഴ്സ് കിട്ടിയല്ലോ. ക്ലിയർ ആകട്ടെ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പഠിക്കണ്ടോ? സമയം 10:30. ഇനി 10:38 ബ്രേക്ക് ഉണ്ട്. 10:40 ബ്രേക്ക് കേട്ടോ. 10:40 ബ്രേക്ക് കേട്ടോ. ശബ്ദമില്ല, ശബ്ദം പോയി തുടങ്ങി. ആരും ഒരു ഒറ്റ കാര്യം, ആരും ഇത് കഴിഞ്ഞ വർഷത്തെയും മുമ്പത്തെ വർഷത്തെയും നോട്ട് ഒന്നും പഠിക്കുക കേട്ടോ. നോട്ട് പഠിക്കുക, പക്ഷെ വായിക്കുക. ഞാൻ അയച്ചു തരും, വായിക്കുക കേട്ടോ. അപ്പൊ പണ്ടത്തെ നോട്ട്സ് ഞാൻ അയച്ചു തരും, വായിക്കുക. പക്ഷെ അവിടെ ഇതുണ്ടോ? അവിടെ ഇതുണ്ടോ? അവിടെ ഇതുണ്ടോ? ഈ പറഞ്ഞ സൂപ്പർ ഒക്കെ ഉണ്ടോ? സൂപ്പർ സബ് ഉണ്ടോ? ഇല്ല, ഇല്ല. കഴിഞ്ഞ 2 വർഷം ഇല്ലല്ലോ. കഴിഞ്ഞ 2 വർഷം പഠിക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷം പഠിക്കുന്ന സൂപ്പർ ഇല്ല, സൂപ്പർ സബ് ഒന്നുമില്ല. ഇപ്പൊ പഠിക്കാറുണ്ട്. സോ അത് കൃത്യം പഠിക്കുക. നമുക്ക് 10:40 അവിടെ ബ്രേക്ക് ശേഷം വീണ്ടും കാണാം. ബ്രേക്ക്. ഓടിപ്പോയി ചോറ് കഴിച്ചിട്ടോ. ഓടിപ്പോയി ചോറ് കഴിച്ച്, ചോറ് കഴിക്കുമ്പോ ഈ പറഞ്ഞ ഇത് മീനിന്റെ മുള്ളിൽ തൊട്ട് വിടും കേട്ടോ. മീനിന്റെ മുള്ളില്ലേ? മീനിന്റെ മുള്ളൊക്കെ തൊണ്ടയില്ലേ? കുടുങ്ങരുത് കേട്ടോ. ഓക്കെ. ചോറ് വാരി കഴിക്കുമ്പോ മീനിന്റെ മുള്ളൊക്കെ തൊണ്ടയിൽ കുടുങ്ങരുത്. ഓടിക്കൊടുക്കുക. ബൈ. ബ്രേക്ക്.
സ്റ്റഡിയോ 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 സ്റ്റഡിയമോ 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 ഇല്ല ഇല്ല സ്റ്റഡിയമോ സ്റ്റഡിയമോ സ്റ്റഡിയം സ്റ്റഡിയമോ യെസ് സ്റ്റഡിയം. ഇതുവരെ എന്ത് കിട്ടി സിസ്റ്റം കിട്ടി? OBG കിട്ടി, പീഡിയാട്രിക് ആയി, എന്താ ബേസിക്സ് സെല്ല് ടിഷ്യൂ എപ്പിത്തീലിയം ഗ്ലാൻസ് കണക്ട് ടിഷ്യൂ മസ്കുലോ ഫൗണ്ടേഷൻ ക്ലിയർ ആയില്ല. സെല്ല് ടിഷ്യൂ എപ്പിത്തീലിയം സെൽ ഡിവിഷൻ മസ്കുലോ ഗ്ലാൻസ് കണക്ട് ടിഷ്യൂ കാർട്ടിലേജസ് ഫൗണ്ടേഷൻ OBG പീഡിയാട്രിക് ക്ലിയർ ആയല്ലോ. പീഡിയാട്രിക് OBG ഫുൾ ക്ലിയർ ആയല്ലോ. സെല്ല് ടിഷ്യൂ എപ്പിത്തീലിയം ഗ്ലാൻസ് സെൽ ഡിവിഷൻ connective tissue, the cartilages, musculo, foundation, OBG, pediatric വരെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവർക്കും പഠിച്ചോ? പഠിച്ചോ? പഠിക്കണ്ടോ? പഠിച്ചു. പഠിച്ചോ? പഠിച്ചോ? പഠിച്ചു. എക്സസൈസ് പറഞ്ഞില്ലെങ്കിലോ എസ് ഓർണോ മാത്രം പറയുക. പഠിച്ചു അല്ലെങ്കിൽ ഇല്ല. ഓൺ ഗോയിങ് അല്ലേ? ഓൺ ഗോയിങ് അല്ലേ? ഓൺ ഗോയിങ് ആണോ? എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണോ? പഠിച്ചുകൊണ്ടിരിക്കുന്നതാണോ? ഞാൻ ഇന്നും ഇന്നലെയും ക്ലാസ്സിലെ ഇന്നും ഇന്നലെ ക്ലാസ്സിലെ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ടുമോറോ ലീവ് വരട്ടെ. ടുമോറോ ലീവ് എല്ലാം കംപ്ലീറ്റ് ചെയ്യോ? ടുമോറോ ലീവ് വന്നാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യോ? എല്ലാം കംപ്ലീറ്റ് ചെയ്യോ? രാവിലെ സി മോഹൻ, ശശിധരൻ, ശശികുട്ടൻ കംപ്ലീറ്റ് ചെയ്യും. ശശികുട്ടൻ, അഞ്ജന, ലിജി, ശശി, ആശ, ദീപ്തി കംപ്ലീറ്റ് ചെയ്യില്ലല്ലോ. ആശ കംപ്ലീറ്റ് ചെയ്യില്ലല്ലോ. ബാക്കി വിടുന്നതല്ല. പ്രസീത നെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യോ? ദേവി ഓക്കെ. ടുമോറോ ഓഫ് ചെയ്താ എല്ലാം കംപ്ലീറ്റ് കേട്ടോ. ഓക്കെ. എന്നും വേണ്ട ക്ലാസ് അല്ലേ? എന്നും വേണ്ട. എന്നും ഇന്നലെ ഞാൻ എല്ലാ ദിവസം ഉണ്ടാകും അല്ലേ? ശരിയല്ലേ? ഈ ശ്രുതി എല്ലാ ദിവസം ഉണ്ടായിരുന്നല്ലോ. ശ്രുതിക്ക് എല്ലാ ദിവസം ഉണ്ടാകും ക്ലാസ്. ഇന്നും ഇന്നലെ ഞാൻ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ പഠിപ്പിക്കുന്ന കാര്യം അവിടെ ചോദ്യം വരും. ഞാനിവിടെ പഠിപ്പിച്ചില്ലേ? ഇത് ഡയമീറ്റർ പഠിപ്പിച്ചില്ലേ? എന്താ ഡയമീറ്റർ പഠിപ്പിച്ചില്ലേ? അതിന്റെ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. വാല്യൂസ് ഇല്ലേ? വാല്യൂസ് ഇല്ലേ? വാല്യൂസ് അത് മറക്കരുതേ. പ്രത്യേകിച്ച് വാല്യൂസ് ഇല്ലേ? ആ പറഞ്ഞ വാല്യൂസ് കാര്യം എന്താണെന്ന് ഇംഗ്ലീഷിൽ പഠിച്ചാൽ മനസ്സിലാവില്ല. ശരിയല്ലേ? ഈ പറഞ്ഞ എന്താ സൂപ്പർ സാഫ് കരലിൽ നിന്ന് ഇംഗ്ലീഷിൽ പഠിച്ചൊരിക്കലും മനസ്സിലാവില്ല. മലയാളത്തിൽ പഠിക്കും. മലയാളത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വാല്യൂ പഠിക്കും. എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വാല്യൂ അത് കൃത്യമായി ഓർമ്മിക്കും കേട്ടോ. അത് ഫസ്റ്റ് എവിടെ വരും, അത് ഏത് ഡിസ്റ്റൻസ് ആണ് എന്താണെന്ന് ആ പിക്ചർ മനസ്സിലാക്കണം കേട്ടോ. ഫസ്റ്റ് പിക്ചേഴ്സ് കളറിന്റെ പിക്ചർ ഓർമ്മ വന്ന ശേഷം എവിടെ തൊട്ട് എവിടെ നിന്ന് ഓർമ്മ വന്ന ശേഷം വാല്യൂ കൃത്യമായി ഓർമ്മ വേണം. ക്ലിയർ? ഫസ്റ്റ് എന്താ പഠിച്ചപ്പോ ഇത് ട്രാൻസ്വേഴ്സ് അല്ലേ? ട്രാൻസ്വേഴ്സ് പഠിച്ചല്ലേ? ട്രാൻസ്വേഴ്സ് പഠിച്ചല്ലേ? യെസ്. നെക്സ്റ്റ് ഇസ് ആന്റീരിയോ പോസ്റ്റ് ഡയമീറ്റർ. നമുക്ക് കഴിഞ്ഞ ദിവസം വേറെ പഠിച്ചത്. കഴിഞ്ഞ ദിവസം വേറെ പഠിച്ചു അതിന്റെ ഫസ്റ്റ് ഇയർ. കഴിഞ്ഞ ദിവസം വേറെ പഠിച്ചു അതിന്റെ ഫസ്റ്റ് ഇയർ. എവിടെ പഠിച്ചു? പെൽവിസ് പഠിച്ചോ? പെൽവിസ് പഠിച്ചോ? പെൽവിസ് പഠിച്ചോ? ഓർമ്മയുണ്ടോ പെൽവിസ്? ഓർമ്മയുണ്ടോ പെൽവിസ്? ഓർമ്മയുണ്ടോ? ചോദിക്കട്ടെ. ചോദിക്കുന്നില്ല. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ. പെൽവിസിൽ എവിടെയെങ്കിലും ഇത് ഡയമണ്ട് ഷേപ്പ് പഠിച്ചോ? എവിടെയെങ്കിലും പെൽവിസിൽ എവിടെയെങ്കിലും എന്താ ഡയമണ്ട് ഷേപ്പ് പഠിച്ചോ? എവിടെ പഠിച്ചത്? എന്താ ഡയമണ്ട് ഷേപ്പ് എവിടെ പഠിച്ചത്? ഡയമണ്ട് എവിടെ പഠിച്ചത്? അത് ചോദിക്കാം. എന്താ ഡയമണ്ട് ഷേപ്പ് എവിടെ പഠിച്ചത്? എ ടൈപ്പിൽ പഠിച്ചത്. എ ടൈപ്പില് പഠിച്ചത്. ദ ഡയമണ്ട്. ദ ഡയമണ്ട് പഠിച്ചു, ഹാർട്ട് പഠിച്ചു,
ഡയമണ്ട് പഠിച്ചു, ഹാർട്ട് പഠിച്ചു, വേറെ പഠിച്ച ദ കിഡ്നി പഠിച്ചോ? ഡയമണ്ട് ഷേപ്പ് പഠിച്ചു, ഹാർട്ട് പഠിച്ചു, ദ കിഡ്നി ഷേപ്പ് പഠിച്ചു, പഠിച്ചത് ഓർമ്മ. അത് ചോദിക്കണം. അതൊക്കെ ഓവൽ ഷേപ്പ് പഠിച്ചു, എല്ലാം ഓർമ്മ. ഷേപ്പെല്ലാം ഓർമ്മിക്കണം, ഷേപ്പ് എല്ലാം ഓർമ്മിക്കണേ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഷേപ്പെല്ലാം ഓർമ്മിക്കണം. ദ ഡയമണ്ട്, ഓവൽ ഷേപ്പ്, ദ കിഡ്നി ഷേപ്പ്, ഹാർട്ട് ഷേപ്പ് എല്ലാം ഓർമ്മിക്കണേ. ചോദ്യം വരും, മറക്കരുത്, വായിക്കണതെല്ലാം നോക്കാം. നെക്സ്റ്റ് ഇസ് ആന്റിയർ പോസ്റ്റ് ഡയമണ്ട്. ഫസ്റ്റ് നമ്മൾ ദ ട്രാൻസ്വേഴ്സ് പഠിച്ചു, അതിനകത്ത് വരുന്ന എല്ലാ ഡയമീറ്റേഴ്സ് പഠിച്ചു. അതിൽ ഏതാണ് ലോങ്ങസ്റ്റ് ആരാ? ദ ട്രാൻസ്വേഴ്സിനകത്ത് ലോങ്ങസ്റ്റ് ആരാ? ഏതാ ട്രാൻസ്വേഴ്സിനകത്ത് ലോങ്ങസ്റ്റ് ആരാ? ബൈ ആലോചിച്ച് നോക്കി, ഏതാ? ഓക്കെ, ഏതാ? 7.5 പഠിച്ചു, 8.5 പഠിച്ചു, 8 പഠിച്ചു, 9 പഠിച്ചു. ഏതാ? ഏതാ? ബൈ 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 ഏതാ? ബൈ ഏതാ? ബൈ പാരേറ്റൽ ഡയമീറ്റർ 9.5 ആണ് ട്രാൻസ്വേഴ്സിനകത്ത് വരുന്ന ദ ലോങ്ങസ്റ്റ് ഡയമീറ്റർ, അല്ലേ? ഓർമ്മയുണ്ടോ? 9.5 ആണ് ബൈപാരനകത്തുള്ള ലോങ്ങസ്റ്റ് ഡയമീറ്റർ. ട്രാൻസ്വേഴ്സിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഡയമീറ്റർ ചോദിച്ചാൽ ബൈപാരയിലാണ്. ടെമ്പോർ എത്രയാ? ബൈ ടെമ്പോർ എത്രയാ? 8 അല്ലേ? ബൈ ടെമ്പോറിനാണ് 8 ആണ്. സൂപ്പർ സബ് പാരലാണെങ്കിൽ 8.5 ആണ്. ബൈ മാസ്റ്റോഡ് ആണെങ്കിൽ 7.5 ആണ്. ഇതെല്ലാം പഠിച്ചു, ചോദ്യം വരും. നെക്സ്റ്റ് ഇസ് ആൻഡ്രോ പോസ്റ്റ് ഡയമീറ്റർ. എന്തായിരിക്കും ഇത്? ആൻഡ്രോ പോസ്റ്റ് ഡയമീറ്റർ എന്താ? ഫസ്റ്റ് വൺ ഇസ് സബ് ഓക്സിപിറ്റോ ദ ബ്രഗ്മാറ്റിക് ഡയമീറ്റർ. അതിനകത്ത് വരുന്ന ഫസ്റ്റ് കാര്യമാണ് സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് ഡയമീറ്റർ. എന്താ ഇത്? പിക്ചർ കാണുന്നുണ്ടോ? പിക്ചറിനകത്ത് എവിടെ? ആ ചോദ്യം എന്റെ ഫസ്റ്റ് ചോദ്യം. ഇതാണോ? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് എന്ന് പറയുമ്പോൾ ഞാൻ ഈ വരച്ച് കാണിക്കുന്നതാണോ? കാണുന്നുണ്ടോ? ഞാൻ ഇവ താഴെ പോയല്ലേ? ആണോ? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് എന്ന് പറയുമ്പോ അതാണോ? ഇതുവരെ നോക്കിയേ, സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് ആണോ? അത് എവിടം തൊട്ട് ഇതുവരെയാ? എവിടം തൊട്ട് ഇതുവരെയാ? ആലോചിച്ച് പറയാം, സമയം തരാം. ആണോ? അല്ലല്ലോ. തെറ്റിക്കല്ല. തെറ്റേ പറ. അല്ലല്ലോ. ചെക്കാണോ? അല്ലല്ലോ. അപ്പൊ എന്തായിരിക്കും? ഫസ്റ്റ് കാര്യം എന്താണ് ബ്രഗ്മ പറഞ്ഞത്? അത് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് പഠിക്കുന്ന എന്താ ബ്രഗ്മ? എന്താ അത് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്താണ് ബ്രഗ്മ എന്ന് പറയാൻ? ഇതെല്ലാം പഠിക്കണമെങ്കിൽ ഫസ്റ്റ് അടിക്കേണ്ട കാര്യം എന്താണ് ബ്രഗ്മ എന്ന് പറയാൻ? എന്താ ബ്രഗ്മ? ബ്രഗ്മ എന്താ? ഇത് ബ്രഗ്മ എന്താ? ബ്രഗ്മ എന്താ? ബ്രഗ്മ എന്താ? ബ്രഗ്മ എന്താ? ഇത് കൃത്യം പഠിക്കുന്ന കാര്യം ഫസ്റ്റ് ബ്രഗ്മ എന്താ? ആന്റിയർ ഫോർണലീസ് അതർവൈസ് കോൾഡ് എന്താ? ആന്റിയർ ഫോർണലെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ബ്രഗ്മയാണോ? തെറ്റായി പഠിക്കരുത്. എക്സാമിന്റെ പിക്ചർ വരില്ല, എക്സാം പിക്ചർ ഒന്നും കാണിക്കില്ല. പഠിക്കണം. ആന്റിയർ ഫോർണലെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ബ്രഗ്മ. ആൻഡ് പോസിറ്റീവ് ഫോർണലയോ? പോസിറ്റീവ് ആണെങ്കിലോ ബേസിക്സ് ആയിട്ടുള്ള കാര്യം. പോസിറ്റീവ് ആണെങ്കിലോ ലാംഡ. പോസിറ്റീവ് ആണെങ്കിൽ ലാംഡ എന്നും ആന്റിയർ ആണെങ്കിൽ ബ്രഗ്മ എന്നുമല്ലേ ബേസിക്സ് ആയിട്ടുള്ള ആദ്യം പറഞ്ഞ കാര്യം. ആന്റിയർ ഭാഗമാണെങ്കിൽ ബ്രഗ്മ എന്നും പോസിറ്റീവ് ആണെങ്കിൽ ലാംഡ എന്നും അറിയണ്ടേ? എന്താ ലാംഡ? എന്താ ബ്രഗ്മ? ഏതൊക്കെ ഫ്രോണ്ട് ചെന്നാ വരുന്നത്? ഏതൊക്കെ ഫ്രോണ്ടിനല്ലേ വരും? ബ്രഗ്മ ഏതൊക്കെ വരും? സജലുണ്ടോ? സജീറ്റിലും കോറോളും ചേർന്നാണോ? ബ്രഗ്മ രൂപം കൊള്ളുന്നത് സജീറ്റിലും കോറോളും ചേർന്നാണോ?
ബ്രഹ്മ രൂപം കൊള്ളുന്നത് സജീറ്റിലും കോറൽ ചെയ്തോളൂ. ഇതൊക്കെ പണ്ട് പഠിക്കുക, ഇപ്പൊ ഇല്ല. ഇപ്പൊ ഒരു ടെക്സ്റ്റ് വരില്ല. പണ്ട് ചോദിക്കൂ ഇതൊക്കെ. വർഷം 6 വർഷം മുമ്പ് 6 വർഷം മുമ്പൊക്കെ ചോദ്യം ഇതൊക്കെ. ബ്രഹ്മ എന്ന് പറഞ്ഞ ഇതൊക്കെ ചേർന്ന സജീറ്റിലും കോറോളിലുമാണോ? സ്വിച്ചേഴ്സ് 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 പണ്ട് ചോദിച്ചത് പണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അദ്ദേഹം ഈയിടെ കണ്ട ബുക്കുകളൊന്നുമില്ല കേട്ടോ. ഞാൻ ഈയിടെ കണ്ട ഒരു ടെക്സ്റ്റും ഇല്ല. പക്ഷെ എക്സാം ചോദിക്കുമ്പോഴേ ചോദ്യം ഉണ്ടാകുന്ന നല്ല പ്രായമുള്ള ആൾക്കാരില്ലേ, ചോദ്യം ഉണ്ടാകുന്ന ആൾ നല്ല പ്രായമുള്ള ആൾക്കാർ. നല്ല പ്രായം എന്ന് പറയുമ്പോൾ ഒരു 30 വയസ്സൊക്കെ 30 ചോദിക്കണം. എത്ര വയസ്സായി? എത്ര വയസ്സായി? നല്ല പ്രായമുള്ള ആൾക്കാർ എന്താണ് ചോദിക്കും. ഫ്രോണ്ടലും സജീറ്റിലും കോറോളുടെയും ഇടയിലുള്ള സുചിരത. ഫ്രോണ്ടലിനിടയിലും സജീലിനിടയിലും കോറോളിനിടയിലും വരുന്ന സുചിരത ബ്രഹ്മയല്ലേ? ബ്രഹ്മയല്ലേ? ഫ്രോണ്ടൽ സജീറ്റിൽ കോറോണൽ, ഫ്രോണ്ടൽ സജീറ്റിൽ കോറോണൽ, ഫ്രോണ്ടൽ സജീൽ മൂന്നെണ്ണം. മൂന്നതൊക്കെയാ ഫ്രോണ്ടൽ സജീറ്റിൽ കോറോണൽ. ചോദ്യം വരും, ഫ്രോണ്ടൽ സജീൽ കോറോണയുടെ എഴുതുന്ന സുസ്ഥിരത ഏതാ? ബ്രഹ്മ ലാമയാണോ? ലാംഡ ബ്രഹ്മ. ഫ്രോണ്ടൽ സജീറ്റിൽ കോറോണൽ ഇടലുത ഏതാ? ആന്റിയർ ഫോണിൽ ബ്രഹ്മ എന്ന് വിളിക്കുക അല്ലെ? ബ്രഹ്മ വിളിക്കാം. അവിടെ വർഷങ്ങൾക്ക് മുമ്പേ സ്ഥിരമായ ചോദ്യം ഉണ്ട്. നോട്ടിനകത്തില്ല, നോട്ടിലില്ല, നോക്കണ്ട. അവിടെ വായിക്കാൻ നോക്കണ്ട. ക്ലാസ് പഠിക്കുന്നവർക്ക് അറിയായിരിക്കും, ക്ലാസ് ലൈവായി പഠിച്ചറിയാം എപ്പോഴാണ് ഇത് ക്ലോസ് ആവുന്നത്. ആൻഡ്രോയിഡ് ഫോണിൽ ക്ലോസ് ആവുന്നത് എപ്പോഴാണ്? അതായത് പണ്ടത്തെ എക്സാം ചോദ്യം. 1.5 വർഷം 1.5 വർഷം എന്നത് 2 വർഷം മുമ്പ് ചോദ്യം കേട്ടോ. ഇനിയും ചോദിക്കാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഞാൻ പഠിപ്പിക്കുകയെല്ലാം പറയുക. പഠിപ്പിക്കുമ്പോൾ പഴയ കാര്യം പുതിയ എല്ലാം പറയും. 1.5 വർഷം ആൻഡ്രോയിഡ് ഫോണിൽ ക്ലോസ് ചെയ്യല്ലേ? സോ പോസിറ്റീവ് ഫോണിൽ എന്തായിരിക്കും? പോസിറ്റീവ് ഫോണിൽ വിളിക്കുമ്പോൾ എന്താ? പോസിറ്റീവ് അതർവൈസ് നോൺസ് എന്താ? ലാംഡ 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 അല്ലേ? ലാംഡ. എന്തൊക്കെ സൂചിച്ച് ചേർന്നാണ്? സജീറ്റിലും ലംബോർഡിലാണോ? സജീറ്റിലും ലംബോർഡിലാണോ? ആണോ? ഏതൊക്കെ സൂചിച്ച് ചേർന്നാണ് പോസിറ്റീവ് ഫോൺ ഉണ്ടാവുന്നത്? ഏതൊക്കെ സൂചിച്ച് ചേർന്നാണ് പോസിറ്റീവ് ഫോണിൽ ഉണ്ടാവുന്നത്? സജീറ്റിലും ലംബോർഡിലല്ലേ? അല്ലേ? എപ്പോ ക്ലോസ് ആവും? 1.5 മാസം. 1.5 മാസം ചോദ്യം വരും. 1.5 മാസം ചോദ്യം വരും. ആൻഡ്രോയിഡ് ഫോണിൽ ക്ലോസ് ആവുന്നപ്പോഴാ? ആൻഡ്രോയിഡ് ഫോണിൽ ക്ലോസ് ആവുന്നപ്പോഴാ? 1.5 വർഷം. പോസിറ്റീവ് എപ്പോഴാ? 1.5. തെറ്റിക്കരുത്. ആൻഡ്രോയിഡ് എപ്പോഴാ? വർഷമാണോ മാസമാണോ? ആൻഡ്രോയിഡ് എപ്പോഴാ? വർഷമാണോ മാസമാണോ? തെറ്റിക്കരുത്. ആൻഡ്രോയിഡ് എപ്പോഴും വർഷമല്ലേ? ആൻഡ്രോയിഡ് എപ്പോഴും 1.5 വർഷമല്ലേ? ആൻഡ്രോയിഡ് എപ്പോഴും 1.5 വർഷം. തെറ്റിക്കാതെ പറഞ്ഞേ. ആൻഡ്രോയിഡ് ഫോണിൽ എപ്പോഴും ക്ലോസ് ചെയ്ത് എപ്പോഴാ? പറഞ്ഞേ വലിയ പറഞ്ഞു. ചോദ്യം ഇതൊക്കെ ഞാൻ ഈ കഷ്ടപ്പെടുക കൊണ്ടിയാ. ഞാൻ ഈ രാത്രിയും പോലും കഷ്ടപ്പെട്ട് എന്ന് പഠിപ്പിക്കുന്നതിനെ കൊണ്ട് പറഞ്ഞേ. വർഷം വർഷം. അന്ന് പോസ്റ്റ് ആണെങ്കിലോ? പോസ്റ്റ് എപ്പോഴാ? 1.5 മാസം. അറിയാലോ, നിങ്ങൾക്കറിയാം. ഞാൻ ഈ രാത്രി പോലും ശബ്ദം പോയിട്ട് പോലും പറയുന്നില്ല ഒരു കാര്യം. ഇപ്പോൾ ബാക്കി എല്ലാവരും റെക്കോർഡ് കൊടുക്കാറുണ്ട്. റെക്കോർഡിങ് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡിങ് പഠിക്കുക. പക്ഷേ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡിങ്ങിനകത്ത് ഞാൻ ഈ പറഞ്ഞ പല കാര്യമില്ലല്ലോ. ഞാൻ പണ്ട് പഠിച്ച ക്ലാസ്സിനകത്ത് ഞാൻ ഈ പറഞ്ഞ പല ഒന്നുമില്ലല്ലോ. പല കാര്യമില്ലല്ലോ. കഴിഞ്ഞ DHS പഠിപ്പിച്ചപ്പോൾ ഇരുന്നത് പല കാര്യം അതിനകത്തില്ലല്ലോ. റൈറ്റോളോ ഞാൻ പറയുന്ന പല കാര്യവും കഴിഞ്ഞത്തില്ലായിരുന്നു. ഇൻഡസ്ട്രി പഴയ അറിയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് പറയാം? ഇത് ബൈ മാസ്റ്റോഡ് ഉണ്ടായിരുന്നു. ബൈ മാസ്റ്റോഡും സൂപ്പർ സബ് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിക്ക് അറിയായിരിക്കും. ബൈ മാസ്റ്റോഡും സൂപ്പർ സബ് ഇല്ലായിരുന്നു. നമുക്ക് ആ സമയത്ത് പഠിക്കില്ലായിരുന്നു. നമുക്ക് അപ്പോൾ പഠിക്കില്ലായിരുന്നു. പക്ഷെ ഈ വർഷം പഠിക്കുന്നുണ്ട്. ഈ വർഷം പഠിക്കാൻ ഇത് സിലബസിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം പഠിക്കാൻ കഴിഞ്ഞ DHSന്
സൂപ്പർ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു കേട്ടോ, എന്താ മാസ്റ്റർ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ പഠിക്കാറുണ്ട്, ഓർമ്മിക്കുക. ക്ലിയർ 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 ചോദിക്കട്ടെ. സജൈറ്റിലും കോറോളിലും ഫ്രോണ്ടലും ചേർന്നുണ്ടാവും. ഫ്രോണ്ടലും സജൈറ്റിലും കോറോളും ചേർന്ന് എന്ത് സ്വിച്ചറാ? ആന്റിയർ ഫ്രോണ്ടല്ലേ, ഓർ ദ ബ്രഗ്മ. സജൈറ്റിലും ലംബോളും ചേർന്നാണെങ്കിലോ സജൈൽ സ്വിച്ചറും ലംബോളും സ്വിച്ചർ ചേർന്നുണ്ടാവും പോസിറ്റീവ് ഫ്രോണ്ടല്ലേ, ലാംഡ. വീണ്ടും ചോദ്യം, ആന്റിയർ ഫ്രോണ്ടിൽ ഇപ്പൊ ഇത് ക്രോസ് ആവും. ആന്റിയർ ആണെങ്കിൽ 1.5 വർഷം, പോസിറ്റീവ് ആണെങ്കിൽ 1.5 മാസം. ക്ലിയർ? ഇത് ബേസിക്സ് ആണ്, ഇത് ഇവിടെ പഠിക്കില്ല എങ്കിലും പറഞ്ഞു തന്നുകൊണ്ട് ചോദിച്ചാലോ. സോ പഠിക്കാം, ഇവിടത്തെ പഠിക്കാം. ആന്റിയർ പോസ്റ്ററിലെ ആന്റിയർ പോസ്റ്റ് ഡയമീറ്റർ പഠിക്കുകയാണ്. ഫസ്റ്റ് കാര്യമാണ് സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് ഡയമീറ്റർ. എവിടം തൊട്ട് എവിടെ വരെയാ സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് എന്ന് പറയുന്നത്? അത് എവിടെ തൊട്ട് ഇത് വരെയാ? ഏറ്റവും പിറകു ഭാഗത്ത് കുട്ടികൾ ഓക്സിപിറ്റൽ പ്രോമിനൻസ് ഉണ്ടോ? കുട്ടിയുടെ പിറകു ഭാഗത്ത്, ഹെഡിന്റെ പിറകു ഭാഗത്ത് ഓക്സിപിറ്റൽ പ്രോമിനൻസ് ഉണ്ടോ? കുട്ടിയുടെ പിറകു ഭാഗത്ത് ഓക്സിപിറ്റൽ പ്രോമിനൻസ് ഉണ്ടോ? ഹെഡിന്റെ ഉണ്ടോ? ഉണ്ട്. അത് തൊട്ട് ബ്രഗ്മ സെന്റർ വരെയാണോ? അത് തൊട്ട് ബ്രഗ്മ സെന്റർ വരെയാണോ? ബ്രഗ്മ വരെയാണോ? ബ്രഗ്മ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇതുവരെ ഏറ്റവും ബാക്ക് ഭാഗം തൊട്ട് ഇതുവരെയാണോ? ഏറ്റവും ബാക്ക് ഭാഗം ഇതുവരെയാണോ? ബ്രഗ്മ തൊട്ട് ബാക്ക് വരെ വിളിക്കുന്ന പേരെന്താ? ബ്രഗ്മ തൊട്ട് ബാക്ക് വരെ പേരെന്താ? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് ആണോ? ബ്രഗ്മ തൊട്ട്, ഞാൻ ബ്രഗ്മ ഇപ്പൊ എല്ലാം പറഞ്ഞു തന്നു. ഇത് ബ്രഗ്മ തൊട്ട് ഈ പറഞ്ഞ ഓക്സിപിറ്റോ പ്രോമിനൻസ് വരെയുള്ള ലെങ്തിനെ വിളിക്കുന്ന പേരെന്താ? ബ്രഗ്മ തൊട്ട് ഓക്സിപ്രോമിനൻസ് വരെ വിളിക്കുന്ന പേരെന്താ? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് അല്ലേ? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് അല്ലേ? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് അല്ലേ? ഇത് പുറകിൽ നിന്നും ഓക്സിപിൾ ദ പ്രോമിനൻസ് തൊട്ട് ഈ പറഞ്ഞ ബ്രഗ്മ വരെയുള്ള ലെങ്ത് വിളിക്കാം ഓക്സിപിൾ പ്രോമിനൻസ്. ബാക്ക് ഭാഗത്തുള്ള ഓക്സിപിൾ പ്രോമിനൻസ് തൊട്ട് ഇത് ബ്രഗ്മ വരെയുള്ള ലെങ്തിനെ പറഞ്ഞ പേരെന്താ? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് അല്ലെ? ബ്രഗ്മ തൊട്ട് ഓക്സിപിഡിന്റെ പ്രോമിനൻസ് വരെ തള്ളി നിൽക്കുന്ന ഭാഗത്തെ പറഞ്ഞ പേരെന്താ? ബ്രഗ്മ തൊട്ട് ബാക്ക് ഭാഗത്തുള്ള ഓക്സിപിഡിന്റെ തള്ളി നിൽക്കുന്ന ഓക്സിപിൾ പ്രോമിനൻസ് വരെയുള്ള വിളിക്കുന്ന പേരെന്താ എന്ന് വിളിക്കാം? സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക്. ക്ലിയർ ആയല്ലോ? എത്ര സെന്റിമീറ്റർ? 9.5 സെന്റിമീറ്റർ. എത്ര തന്നെയാ? 9.5 സെന്റിമീറ്റർ. മറക്കരുത്, 9.5 സെന്റിമീറ്റർ ആണ് സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് എന്ന് പറയുന്നത്. എക്സാം ചോദിക്കും. കാരണം കുട്ടികൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഏറ്റവും പുറകിൽ തള്ളി നിൽക്കുന്ന കുട്ടികൾ, എപ്പോഴും ബാക്ക് ഭാഗത്ത് പുറകിൽ തള്ളി നിൽക്കുന്ന ഓക്സിപിൾ പ്രോമിനൻസ് തൊട്ട് ബ്രഗ്മ വരെയുള്ള ലെങ്തിനെ പറഞ്ഞ പേരെന്താ? കുട്ടികൾ എപ്പോഴും ബാക്ക് ഭാഗത്ത് തള്ളി നിൽക്കുന്ന ഓക്സിപിൾ പ്രോമിനൻസ് തൊട്ട് ബ്രഗ്മ വരെയുള്ള ലെങ്ത് വിളിക്കാം സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക് ഡയമീറ്റർ വിളിക്കാം. 9.5 സെന്റിമീറ്റർ ആണ് ലെങ്ത് എന്ന്. ക്ലിയർ 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 ഇത്ര പറയണോ? അതല്ല ഞാൻ പഠിപ്പിച്ച പറയണോ? അത് കാര്യം മാത്രം പറഞ്ഞാൽ മതി. വേണ്ടല്ലോ, വെറും കാര്യം മാത്രം പറഞ്ഞ മതി. വേണ്ടല്ലോ, അത് വേണോ? എന്താ പറഞ്ഞത്? മതിയോ? ഇതുപോലെ വേണോ അതോ സ്പീഡ് വേണോ? സ്പീഡ് വേണം. ഇതുപോലെ മതിയോ? സ്പീഡ് ഇഷ്ടമല്ല. എന്തറിയാം, ഇത് മതിയല്ലോ. എനിക്ക് ഇതാ ഇഷ്ടം. ഞാൻ എത്രയായാലും ഇതേ ഉള്ളൂ കേട്ടോ. എന്താണ് അങ്ങനെ ആയിപ്പോയി. ഓരോ കാര്യം എന്താണ്, ഓരോ കാര്യം ചെയ്യുമ്പോൾ എന്താണ് വീണ്ടും എല്ലാം ശ്രദ്ധിച്ച് കണ്ട് ചെയ്യുന്ന അതാണ്. കാരണം ആരും എന്താണ് ഫെയിൽ ആകാൻ പാടില്ല. ഫസ്റ്റ് കിട്ടിയോ? ആന്റർ പോസ്റ്റ് ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് ട്രാൻസ്ഫേഴ്സ് പഠിച്ചു. അല്ല, ഓർമ്മയുണ്ടല്ലോ? ട്രാൻസ്ഫേഴ്സ് ഓർമ്മയുണ്ടോ? ഉണ്ടോ? 7.5 ആർക്കാ?
ട്രാൻസ്ലേഷനകത്ത് 7.5 ആർക്കാ? ചോദിക്കട്ടെ, ട്രാൻസ്ലേഷനകത്ത് 7.5 ആർക്കാ? പറഞ്ഞേ, ആർക്കാ 7.5 ആർക്കാ? 7.5 മാസ്റ്റോഡ് ബൈ മാസ്റ്റോഡ് അല്ലേ? മാസ്റ്റോഡ് അല്ലേ? അല്ലേ മാസ്റ്റോഡ് അല്ലേ? ആ 9.5 ആർക്ക്? 9.5 9.5 ആർക്ക്? 9.5 ബൈ പറയട്ടൽ. മാസ്റ്റോഡ് പറഞ്ഞു ബൈ എത്രയാ? 9.5. ടെമ്പോ എത്രയാ? ടെമ്പോ 8 ആണോ 8.5 ആണോ? ടെമ്പോ എത്രയാ? 8. മാർക്ക് വാല്യൂസ് ഇമ്പോർട്ടന്റ്, വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് മറക്കരുത്. ഫസ്റ്റ് കാര്യം സബ് ഓക്സിബിറ്റോ പ്രഗ്മാറ്റിക് ക്ലിയർ ആയി അല്ലെ? സബ് ഓക്സിബിറ്റ് പ്രഗ്മാറ്റിക് ക്ലിയർ ആയി. നെക്സ്റ്റ് ഏതാ? സബ് ഓക്സിബിറ്റ് ഫ്രോണ്ടൽ ഡയമണ്ട്. നെക്സ്റ്റ് സബ് ഓക്സിബിറ്റോ ഫ്രോണ്ടൽ. ചോദ്യം വരും, ഷോർട്ട് ഡയമീറ്റർ ആണോ? ഷോർട്ടസ്റ്റ് ഡയമീറ്റർ ആണോ? ചോദ്യം സബ് ഓക്സിബിറ്റ് ഫ്രോണ്ടൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ആണ്. ഷോർട്ടസ്റ്റ് ആണ്, അറിയില്ല. ശരിയല്ലേ? അറിയാമോ? ഷോർട്ടസ്റ്റ് അത് അറിയില്ല. പഠിക്കാം. സബ് ഓക്സിബിറ്റ് ഫ്രോണ്ടൽ ഡയമീറ്റർ എന്താ ഇത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എവിടെയാ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എവിടെയാ? എന്താ പിക്ചർ നോക്കാം. എവിടെ തൊട്ടാ കാണാം? എവിടെ തൊട്ടാ പറഞ്ഞേ? എവിടെയെങ്കിലും ദ സിൻസിപുട്ട് കേട്ടിട്ടുണ്ടോ? സിൻസിപുട്ട് ഉണ്ടോ? ഇല്ല, ഓർമ്മയില്ല അല്ലേ? സിൻസിപുട്ട് ഓർമ്മയില്ല. പക്ഷെ എവിടെയെങ്കിലും ഫ്രോണ്ടൽ ബോണ്ട് ഫ്രോണ്ടൽ ബോണ്ട് എവിടെയെങ്കിലും ഫ്രോണ്ടൽ അതറിയാല്ലേ? അതറിയാം സാർ, എനിക്ക് അതറിയാം. പക്ഷെ സെൻസിബിൾ കിട്ടില്ല. ഫ്രോണ്ടൽ ബോണ്ട് സെൻട്രൽ ഭാഗത്തെ പറഞ്ഞ പേരെന്താ? ഫ്രോണ്ടൽ ബോണ്ട് സെൻട്രൽ ഭാഗത്തെ പറഞ്ഞ പേരാണ് സെൻസിബിൾ കേട്ടോ. ഫ്രോണ്ടൽ ബോണ്ട് സെൻട്രൽ ഭാഗത്തെ എന്താ? സെൻസിബിൾ അല്ലേ? അല്ലേ? ആണോടെ ആണോ? ആണോ അല്ലയോ? യെസ് ഓർ നോ? ദ ഫ്രോണ്ടൽ ബോണ്ട് സെൻട്രൽ ഭാഗം സെൻസിബിൾ ആണോ? യെസ്. അതുകൊണ്ട് ഓക്സിപിഡലിന്റെ പ്രൊട്രൂഷൻ പോലെ എന്ത് വിളിക്കാം? ഫ്രോണ്ടൽ ബോണ്ട് സിൻസിബിൾ തൊട്ട് ഓക്സിബിൾ ബോണ്ട് പ്രൊട്രൂഷൻ വരെയുള്ള ലെങ്ത് വിളിക്കാം. ഫ്രോണ്ടൽ ബോണ്ട് സിൻസിബിൾ തൊട്ട് ഓക്സിബിൾ ബോണ്ട് പ്രൊട്രൂഷൻ വരെയുള്ള ലെങ്തിനെ വിളിക്കുന്ന പേരെന്താ? ഫ്രോണ്ടൽ ബോണ്ട് സിൻസിബിൾ തൊട്ട് ഓക്സിബിൾ ബോണ്ട് പ്രൊട്രൂഷൻ വരെയുള്ള ലെങ്തിനെ പറഞ്ഞ പേരെന്താ? എന്ത് വിളിക്കാം? ആർക്കു പറയാം? എന്ന് വിളിക്കാം? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓക്സിബിൾ പ്രൊട്രൂഷൻ തൊട്ട് സിൻസിബിൾ വരെ. ഫീഡിൽ ഫ്രോണ്ടൽ ബോണ്ട് അതല്ലേ എക്സാക്ട് ആയിട്ട് നമ്മൾ പറയുന്നത്? ഫ്രോണ്ടൽ ബോണ്ട് പറയുന്നത് എക്സാക്ട് ആയിട്ട് ഫ്രോണ്ടൽ ബോണ്ട് പറഞ്ഞ പേരല്ലേ ഈ പറഞ്ഞ സെൻസിബിൾ? എക്സാക്ട് ആയിട്ട് ഫ്രോണ്ടൽ ബോണ്ട് പറഞ്ഞ പേരല്ലേ സെൻസിബിൾ? ശരിയാണോ? എക്സാക്ട് ആയിട്ട് ഫ്രോണ്ടൽ ബോണ്ട് പറയുന്ന പേര് സെൻസിബിൾ. എക്സാക്ട് ആയിട്ട് ഫ്രോണ്ടൽ ബോണ്ട് പറയുന്ന പേര് സെൻസിബിൾ. ഈ പിക്ചറിനകത്തുണ്ട്, ഈ ഒരു പിക്ചറിലുണ്ട് എക്സാക്ട് ഫ്രോണ്ടൽ ബോണ്ട് പറയുന്ന പേര് സെൻസിബിൾ. നോക്കി എക്സാക്ട് ഫ്രോണ്ടൽ ബോണ്ട് പറയുന്ന പേര് സെൻസിബിൾ ആണോ? ആണ് യെസ് അല്ലേ? എക്സാക്ട് ഫ്രോണ്ടൽ ബോണ്ട് പറയുന്നത് എന്താ? സെൻട്രൽ ഭാഗം. ഫ്രോണ്ടൽ ബോണ്ട് സെൻട്രൽ അല്ലേ? അല്ലേടെ പറഞ്ഞേ കുഞ്ഞ? അല്ലേ? അത് തൊട്ട് ഓക്സിബിൾ പ്രോമിനൻസ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ഫ്രോണ്ടൽ ബോണ്ട് സെൻട്രൽ ആയ സെൻസിബിൾ തൊട്ട് ഓക്സിബിൾ പ്രൊട്രൂഷൻസ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? സബ് ഓക്സിബിൾ ഫ്രോണ്ടൽ ആണോ? സബ് ഓക്സിബിൾ ഫ്രോണ്ടൽ ആണോ?
ആണോ? എല്ലാവരും ചോദ്യം വരും. വർഷങ്ങൾ പഠിക്കാത്ത കാര്യത്തൊക്കെ, ഇതൊക്കെ പഠിക്കാത്ത കാര്യത്തൊക്കെ. ആണോ? ആണോ? സെൽസിബിൾ തൊട്ട് സബ് ഓക്സിബിൾ എന്താണോ? ആണോ? പറഞ്ഞല്ലേ പറഞ്ഞേ പറഞ്ഞേ യെസ് ഓർ നോ? യെസ്. 10 സെന്റിമീറ്റർ കേട്ടോ, മറക്കരുത്. എത്ര ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് എത്രയാ? ഫീറ്റലിന്റെ ഫ്രോണ്ടൽ ബോണിന്റെ പേരിന് മറ്റൊരെന്താ? ഫീറ്റസിന്റെ ഫ്രോണ്ടൽ ബോണിനെ മറ്റു പേരെന്താ? ഫീറ്റസിന്റെ ഫ്രോണ്ടൽ ബോണിനെ പറയുന്ന മറ്റു പേരെന്താ? സിൻസിപുട്ടാണ്. മറക്കരുത്, സിൻസിപുട്ടാണ്. ഫീറ്റലിന്റെ ഫ്രോണ്ടൽ ബോണിനെ പറയുന്ന മറ്റു പേരെന്താ? സിൻസിപുട്ടാണ്. അത് തൊട്ട് ഓക്സിപിറ്റൽ പ്രോമിൻസ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ഫീറ്റലിലെ ഫ്രോണ്ടൽ ബോണിന്റെ സിൻസിപുട്ട് തൊട്ട് ഫ്രോണ്ടൽ ബോയ്സ് അതർവൈസ് നോൺ സിൻസിപുട്ടാണ്. അത് തൊട്ട് ഓക്സിപിറ്റൽ പ്രോമിൻസ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ. എസ് ഓഫ് അല്ലേ? എസ് ഒ ബി ആണോ? ആ എഫ് ആണോ? എഫ് അല്ലേ? സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ അല്ലേ? അല്ലേ? കാണുന്നുണ്ടോ എവിടെയെങ്കിലും? കാണുന്നുണ്ട്. സിൻസിപുട്ട് തൊട്ട് ഈ പറഞ്ഞ ബാക്ക് ഭാഗത്തല്ലേ ഓക്സിപ്രോമിൻസ് വരെ അല്ലേ? സിൻസിപുട്ട് തൊട്ട് ബാക്ക് ഭാഗത്തുള്ള ഓക്സിപ്രോമിൻസ് വരെയുള്ള എന്ത് വിളിക്കാം? സിൻസിപുട്ട് തൊട്ട് ഓക്സിബിൾ ബോണിന്റെ പ്രോമിൻസ് വരെയുള്ള ലെങ്ത് വിളിക്കാം അല്ലേ? പറഞ്ഞേ ചോദിക്കൂടെ? ഓക്സിപ്രോമിൻസ് തൊട്ട് സിൻസിപുട്ട് ബോൺ എന്ന് വിളിക്കാം. ഫ്രോണ്ടൽ ബോണിന്റെ സെൻട്രൽ ഭാഗമായ സിൻസിപുട്ട് എന്ന് വിളിക്കാം. ഓക്സിപിറ്റലിന്റെ പ്രൊട്രൂഷൻ തൊട്ട് ഫ്രോണ്ടൽ ബോണിന്റെ സെൻട്രൽ ഭാഗമായ സിൻസിപുട്ട് എന്ന് വിളിക്കാം. സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ 10 സെന്റിമീറ്റർ. ക്ലിയർ? കിട്ടിയോ? രണ്ടും കിട്ടിയോ? കഴിഞ്ഞ ദിവസം നോട്ടിന്റെ അവസാന പേജ് പഠിച്ചു. 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 അവസാന പേജ്, ലാസ്റ്റ് പേജ് പഠിച്ചായിരിക്കും. റിമെമ്പർ എന്ന് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ലാസ്റ്റ് റിമെമ്പർ, ഓർമ്മിക്കുക. ബ്രിം എത്രയാ? എ പി ഡയമീറ്റർ ബ്രിം എത്രയാ? 11. എ പി ഡയമീറ്റർ ക്യാവിറ്റി എത്രയാ? എ പി ഡയമീറ്റർ ക്യാവിറ്റി എത്രയാ? 12. എ പി ഡയമീറ്റർ ഔട്ട്ലെറ്റ് എത്രയാ? ഔട്ട്ലെറ്റ് 13. 11, 12, 13. 12 പഠിച്ചത്. റിമെമ്പറിനകത്ത് 12 പഠിച്ചു. ക്യാവിറ്റിക്കകത്ത് അല്ലെ? ക്യാവിറ്റിയാണോ പറഞ്ഞു? ക്യാവിറ്റി 11, 12, 13 പഠിച്ചു. 11, 12, 13 പഠിച്ചു. ബ്രിമ്മിനകത്തല്ലേ? എ പി 11, ഒബ്ലിക് 12, ട്രാൻസ്വേഴ്സ് 13. ഓർമ്മയുണ്ടോ? ബ്രിം പഠിച്ചു. ഇത് ഞാൻ റിവേഴ്സ് ആയിട്ട് 13, 12, 14 പഠിച്ചു. 13, 12, 14 പഠിച്ചു. ഔട്ട്ലെറ്റ് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടല്ലോ? പഠിക്കുന്നതല്ലേ? ഇത് ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച് കേട്ടില്ലേ? അവൻ പഠിക്കില്ല. അവരെന്താണ് കേട്ടെന്നാണ്? എനിക്കറിയാം അല്ലെ? അറിയാൻ വിചാരിക്കട്ടെ. ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് ഒക്കെ എന്താണ് ഞാൻ എത്രയും കേട്ടതാ, അറിയാം. പക്ഷെ അവസാനം വരുന്ന ആൾക്കാരില്ലേ, അവൻ പഠിക്കില്ലേ? പഠിക്കുക ശരിയല്ലേ? ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ച് ഒക്കെ എന്താണ് സ്ഥിരമായി കേട്ടിട്ട് ഇതൊക്കെ എനിക്കറിയല്ലോ. ചില സമയത്ത് തോന്നാണല്ലോ എനിക്കറിയാം,
എപ്പോഴും ചില സമയത്ത് ചില കാര്യം കേൾക്കുമ്പോൾ എനിക്ക് അറിയുന്നുണ്ടോ, അറിയാത്തവരുണ്ടോ, അറിയാന്ന് എപ്പോഴെങ്കിലും അറിയുന്നു. ചില കാര്യം പറയുമ്പോൾ എപ്പോഴും എനിക്ക് അറിയാലോ ഉള്ളതുണ്ടോ? എനിമോ എനിമോ എനിക്കറിയാം, എനിക്കറിയാം. എസ് അല്ലേ? അറിയാം, എനിക്കറിയാം. പക്ഷെ അതേ ചോദ്യം ഇവിടെ എത്തുമ്പോൾ, ഇവിടെ വാല്യൂ ചോദിക്കുമ്പോഴേ അറിയാമെങ്കിലും എക്സാം ആവുമ്പോൾ കിട്ടുകയല്ലേ, അറിയാമെങ്കിൽ എക്സാം കിട്ടുകയല്ലേ, എക്സാം കിട്ടുകയല്ലേ. എക്സാം ആവുമ്പോൾ എന്താണ് അവിടുത്തെ ബ്ലാങ്ക് അല്ലേ? എക്സാം കാണേണ്ട ഫസ്റ്റ് 10 നിമിഷം എല്ലാം ബ്ലാങ്ക് അല്ലേ? എക്സാം കാണേണ്ട ഫസ്റ്റ് 10 നിമിഷം എല്ലാം ബ്ലാങ്ക് അല്ലേ? ഫാസ്റ്റ് 10 നിമിഷം എല്ലാം ബ്ലാങ്ക് അല്ലേ? നോക്കും, ചുറ്റി നോക്കും. എനിക്ക് ആരെങ്കിലും ഉണ്ടോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്ത് കഴിച്ചെന്ന് ഓർമ്മയില്ല. ഇത് വെള്ളമുണ്ടോ? പേന ഉണ്ട് അല്ലെ? പേന ഉണ്ടല്ലേ? പേന 1, 2, 3 പേന ഉണ്ട്. എല്ലാം പുതുതാണ്, എല്ലാം പുതിയ പേന. ഞാൻ തോറ്റാൽ വീട്ടിൽ എന്ത് വിചാരിക്കല്ലേ? ഞാൻ തോറ്റിട്ട് പോയ എന്റെ എക്സാം ഇല്ലല്ലോ, എന്ത് വിചാരിക്കും? പറയാം, കിട്ടുമെന്ന് പറയാം അല്ലേ? കിട്ടുമെന്ന് പറയാം. കിട്ടിയില്ലെങ്കിലോ? അപ്പോഴല്ലേ അതപ്പോഴല്ലേ അത് അറിയില്ല. ആരും അറിയില്ലല്ലോ, ആരും അറിയില്ലല്ലോ, ഞാനല്ലേ അറിയുള്ളൂ. പറയണ്ട. ശരിയല്ലേ ഇത്? ശരിയല്ലേ? ഞാൻ തോറ്റാൽ ആരും അറിയില്ലല്ലോ. അത് ഹസ്ബൻഡും അമ്മയും അച്ഛനും ആരും ചോദിക്കില്ല. ജോലിക്ക് പോകുന്നുണ്ട്, അത്രയായിരിക്കും. പക്ഷെ ഫെയിലായ നഷ്ടം ആർക്കാ? ഓൺലി യു അല്ലേ? ഓൺലി നിങ്ങളല്ലേ? നഷ്ടം എപ്പോഴും തോറ്റാർക്കാ? നഷ്ടം എപ്പോഴും തോറ്റാർക്കാ? അമ്മയും അച്ഛനായാലും ഹസ്ബൻഡായാലും കുട്ടികളായാലും അന്ന് ദിവസം ആ ദിവസം സ്പോട്ടിൽ ആ ദിവസം മാത്രം ചോദിക്കും. പിറ്റേ ദിവസം ജോലിക്ക് പോകും, അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലേ? ജോലിക്ക് പോവുകയോ ഹോമിലിരിക്കുകയോ. ശരിയല്ലേ? തോറ്റാൽ കുഴപ്പമില്ല, നോക്കാം. ശരിയല്ലേ? ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? നഷ്ടം ആർക്കാ? യു ഓൺലി ലോസ് ആയാൽ നഷ്ടം നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നഷ്ടം ഹസ്ബൻഡിനുമില്ല, കുട്ടികൾക്കുമില്ല, അച്ഛനുമില്ല, അമ്മയ്ക്കുമില്ല. റൈറ്റ് ഓർ റോങ്? സത്യം പറയാണ്. നഷ്ടം തോറ്റൽ മറ്റാർക്കുമില്ല. ആ ഒരു ദിവസം മാത്രം എല്ലാവരും സമാധാനിപ്പിക്കും. പിറ്റേ ദിവസം റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തേ പറ്റുള്ളൂ. പിറ്റേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം റെഗുലർ ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ. തോറ്റാൽ ആ ദിവസം മാത്രം. പിറ്റേ ദിവസം റെഗുലർ ജോലി ചെയ്യുക അല്ലേ? പക്ഷെ ജയിച്ചാലോ? എല്ലാവരും കൂടെ എപ്പോഴും ഉണ്ടാവും, സപ്പോർട്ടിൽ. ജയിച്ചാൽ, പാസ്സായാൽ അന്നോട്ട് ഫാമിലി, അതർ ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാവല്ലോ. പാസ്സായാൽ എല്ലാവരും ഉണ്ട്, എപ്പോഴും. പാസ്സായാൽ എല്ലാവരും എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. യെസ് ഓർ നോ? പാസ്സായാൽ എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് സർക്കാർ ജോലിയല്ലേ? അവർക്ക് സർക്കാർ ജോലിയാ. എന്താണ് അതിന്റെ ആൾക്ക്, എന്റെ ആ ബന്ധുവിന് മറ്റൊരു സർക്കാർ ജോലിയാ. ഇന്ന ഹോസ്പിറ്റലാണ്, ചോദിച്ചാൽ മതി, സഹായിക്കും. ശരിയല്ലേ? ചോദിച്ചാൽ മതി, അവിടെ ഉണ്ട്, സഹായിക്കും. ശരിയല്ലേ? അവിടെ ആളുണ്ട്, എനിക്ക് അവിടെ ആളുണ്ട് അല്ലേ? അതല്ലേ എനിക്ക് അവിടെ ആളുണ്ട്, സഹായിക്കും. ഞാൻ വിളിച്ചു പറയാം വേണമെങ്കിൽ അല്ലേ? ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറയാം, സഹായിക്കും. അനുകൊണ്ടോ? ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറയാം, അവിടെ ആളുണ്ട്, സഹായിക്കും. അനുകൊണ്ടൊക്കെ ഉണ്ട്. വരും ഇതൊക്കെ. ഓക്കെ, സോ ഇത് പഠിച്ചു. സബ് ഓക്സിബിൾ ഫോണർ പഠിച്ചോ. സിൻസിബൂട്ട് തൊട്ട് ഓക്സിബിൾ വരെ അല്ലേ? ലെങ്ത് 10 സെന്റിമീറ്റർ. ക്ലിയർ? നെക്സ്റ്റ് ഏതാ? ഓക്സിബിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ. നെക്സ്റ്റ് ഏതാ? ഓക്സിബിൾ ഫ്രോണ്ടൽ ഡയമീറ്റർ, OF.
ഓക്സിപിറ്റൽ ഫ്രോണ്ടൽ ഡയമീറ്റർ എന്താ? ഏത് തൊട്ട് ഏത് വരെയാ? ഓക്സിപിറ്റൽ ഫ്രോണ്ടൽ ഡയമീറ്റർ എന്ന് പറഞ്ഞ ഏത് തൊട്ട് ഏത് വരെയാ? ഏത് തൊട്ട് ഏത് വരെയാ? ഓക്സിപിറ്റൽ ഫ്രോണ്ടൽ. എനിയോ ഒരാൾ പറയാം. എനിയോ ദ പിക്ചർ വെച്ച് ആർക്കും പറയാമോ? ദ പിക്ചർ വെച്ച് എനിയോ പറയാമോ? എനിയോ എനിയോ ഓക്സിപിറ്റൽ ഫ്രോണ്ടൽ ഡയമീറ്റർ ഏതെടുത്തില്ല? എവിടെയെങ്കിലും എന്താ ഗ്ലബൽ ഇടണം? ഗ്ലബല്ല എവിടെയെങ്കിലും ഗ്ലബല്ല ഇടണ്ടോ? പ്രീവിയസ് കേരള PC എക്സാം ചോദ്യം. പ്രീവിയസ് കേരള PC എക്സാം ചോദ്യം. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ പറയില്ല, രാത്രി വെറുതെ പറയില്ല, രാത്രി ഒന്നും വെറുതെ പറയില്ല. അത് കണ്ടുണ്ടോ? ലീന കണ്ടുണ്ടോ? ഈ ഒരു ചോദ്യം കേരള PC എക്സാം 4 or 5 തവണയോ ചോദിച്ചിട്ടുണ്ട്. ഓക്സിപിറ്റൽ ഫ്രോണ്ടൽ ഡയമീറ്റർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏത് വരെയാണ്? ഓക്സിപിറ്റൽ ഫ്രോണ്ടൽ എന്ന് പറയുമ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏത് വരെയാണ്? ദ ഗ്ലബല്ല തൊട്ട് ഏത് വരെയാണ്? ഓക്സിപിറ്റൽ ഫ്രോണ്ടൽ എന്ന് പറയുമ്പോൾ ഗ്ലബല്ല തൊട്ട് ഈ കാണുന്ന പിക്ചറിൽ ഗ്ലബല്ല തൊട്ട് ഏത് വരെയാ? അന്ന് അറിയില്ല, ഇന്നറിയാലോ. ഏതൊട്ട് ഓക്സിപിറ്റ് വരെയാണോ? ഗ്ലബല്ല തൊട്ട് ഓക്സിപിറ്റ് വരെയാണോ? ഓക്സിപിറ്റ് ഫ്രോണ്ടൽ എന്ന് പറയുമ്പോൾ ഗ്ലബല്ല തൊട്ട് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ എക്സാക്ട് ആയിട്ട് ഞാൻ വരച്ച് കാണിക്കാം. ഗ്ലബല്ല തൊട്ട് ഓക്സിപിറ്റ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ഗ്ലബല്ല തൊട്ട് ഓക്സിപിറ്റ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ചോദ്യം വരും. ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ ആണോ? ഗ്ലബല്ല തൊട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗ്ലബല്ല ടു ഓക്സിപിറ്റ് എന്താ? ഗ്ലബല്ല തൊട്ട് ഓക്സിപിറ്റ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ഗ്ലബല്ല തൊട്ട് ഓക്സിപിറ്റ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ. മറക്കരുത്, ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ എന്ന് വിളിക്കും. ക്ലിയർ? എന്താ ക്ലൈമറ്റ്? ഗ്ലബൽ എന്താ? സിമ്പിൾ ശരിയാണോ? ഐബ്രോസ് എന്താണോ? ഗ്ലബൽ എന്താ? ഇത് പിക്ചർ കാണുമ്പോൾ തന്നെ ഐബ്രോസ് എന്താണോ? ഐബ്രോവേഴ്സ് എന്താണോ? ഗ്ലബല്ല എന്ന് പറഞ്ഞാൽ ഐബ്രോസ് എന്താണോ? ഗ്ലബല്ല എന്ന് പറഞ്ഞാൽ ഐബ്രോഡ് സെന്റർ അല്ലേ? ഗ്ലബല്ല എന്ന് പറഞ്ഞാൽ ഐബ്രോഡ് സെന്റർ അല്ലേ? ഗ്ലബല്ല എന്ന് പറഞ്ഞാൽ ഐബ്രോഡ് സെന്റർ ആണ്. ഐബ്രോഡ് സെന്റർ തൊട്ട് ഓക്സിപിറ്റ് വരെയുള്ള കണ്ടോ? ഗ്ലബല്ല തൊട്ട് ഐബ്രോഡ് വിളിക്കാം, ഓക്സ് വിളിക്കാം. ഗ്ലബല്ല തൊട്ട് ഐബ്രോഡ് സെന്റർ തൊട്ട് ഓക്സിപിറ്റ് വരെയുള്ള എന്ത് വിളിക്കാം? കളസ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ അല്ലേ? ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ. ക്ലിയർ? എത്ര ലെങ്ത്? 10 സെന്റിമീറ്റർ അല്ലേ? ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ എപ്പോഴും 10 സെന്റിമീറ്റർ ലെങ്ത് വരുന്നത്. ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ എപ്പോഴും 10 സെന്റിമീറ്റർ ലെങ്ത് വരുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാം ക്ലിയർ ആയി? എല്ലാം ഞാൻ നിർത്തി വീണ്ടും പറയാം. ക്ലിയർ ആയല്ലോ? ആരും ചോദിക്കുകയാണ് രാത്രിയൊക്കെ ചോദിക്കായിരിക്കില്ല? രാത്രി ക്ലിയർ ആയി ചോദിക്കില്ലല്ലോ. എത്രയും പെട്ടെന്ന് നോക്കല്ലോ, എത്രയും പെട്ടെന്ന് പഠിപ്പിക്കാൻ നോക്കല്ലോ അല്ലേ? എത്രയും പെട്ടെന്ന് തിരുത്തി നോക്കില്ലല്ലോ. ഞാൻ വീണ്ടും ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? യെസ്, ക്ലിയർ ആയി. എത്രയാ? 10 എന്താ ഗ്ലബൽ എന്താ? പോയിന്റ് ബിറ്റ്വീൻ ഐബ്രോസ് അല്ലേ? ഇത് ഗ്ലബൽ എന്താ? ഐബ്രോസിന്റെ
സെന്ററിൽ വരുന്ന ഭാഗമാണോ? പോയിന്റ് ആണോ? ഐബ്രോസ് തമ്മിലുള്ള ഭാഗമാണോ? കുഴപ്പമില്ല, അല്ലേ? ആണല്ലേ? അപ്പോ ഓക്സിപിറ്റ് മുതൽ ഗ്ലബല്ലെ വരെയുള്ള ഐബ്രോയുടെ സെന്ററിൽ എന്താ? ഓക്സിപിറ്റ് മുതൽ ഗ്ലബല്ലെ വരെയുള്ള ഐബ്രോയുടെ സെന്റർ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ഓക്സിപിറ്റിൽ മുതൽ ഗ്ലബല്ലെ എന്ന് പറയുമ്പോൾ ഐബ്രോയുടെ സെന്റർ വരെയുള്ള പോർഷനെ വിളിക്കുന്ന എന്താ? ഓക്സിപിറ്റോ 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 ഫ്രോണ്ടൽ ഡയമീറ്റർ അല്ലേ? ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ. ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ എത്ര സെന്റിമീറ്റർ? 11.5 സെന്റിമീറ്റർ. ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 11.5 സെന്റിമീറ്റർ. ഏരിയോൺ ഇത്രയും പറഞ്ഞപ്പോൾ ആരെങ്കിലും എന്ത് നോട്ട് ചെയ്തു? ഇത്രയും പറഞ്ഞപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എല്ലാം ഡയമീറ്ററിനേക്കാൾ കുറവല്ലേ? മെറ്റൽ പെല്ലൂസിനെ കുറവല്ലേ? ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എല്ലാം മെറ്റൽ പെല്ലൂസിനേക്കാൾ കുറവാണോ? ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എല്ലാം ഇതുവരെ പറഞ്ഞെല്ലാം മെറ്റൽ പെല്ലൂസിന്റെ ഡയമീറ്റർ കുറവാണോ? ഒരു കാര്യം ആലോചിച്ചോ? എനിവ നോട്ട് ചെയ്തു? ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എല്ലാം മെറ്റൽ പെല്ലൂസിന്റെ ഡയമീറ്റർ കുറവാണോ? ആലോചിച്ച് നോക്കി, ചിന്തിച്ചു നോക്കി എല്ലാവരും. ഒരു കാര്യം ശ്രദ്ധിച്ചോ? ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എല്ലാം മെറ്റൽ പെല്ലൂസിന്റെ ഡയമീറ്റർ കുറവാണോ? ആണ്. അല്ലേ? ആണ്. അതുകൊണ്ട് തന്നെ ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ കുട്ടികൾ എപ്പോഴും വലിയ പ്രശ്നക്കാരനാണോ? അല്ലല്ലോ. ഫീൽഡ് ഹെഡിൽ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ വന്ന കുട്ടികൾ വലിയ പ്രശ്നക്കാരനാണോ? അകത്ത് പുറത്തുനിന്നൂടെ? പുറത്തേക്ക് വന്നുകൂടെ? പുറത്തേക്ക് ഈസി വന്നൂടെ? ഈസി ആയിട്ട് വന്നുകൂടെ? വലിയ പ്രശ്നക്കാരനല്ലോ. അല്ല. ആ കാര്യം കൂടെ നിങ്ങളുടെ ക്ലിനിക്കൽ നോളജ് വെച്ചുകൊട്ടോ. ക്ലിനിക്കൽ നോളജ് വെച്ചുകൊള്ളുക. ലേബർ സമയത്ത് പ്രശ്നം ഉണ്ടാക്കാത്ത ഡയമീറ്റർ ആൻഡർ പോസ്റ്ററല്ലേ? ലേബർ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത ഡയമീറ്റർ ഏതാ? ആന്റിയുടെ പോസ്റ്ററല്ലേ? ആണോ? ട്രാൻസ്വേഴ്സ് ആണോ? തെറ്റിക്ക പറഞ്ഞേ. ലേബർ സമയത്ത് പ്രശ്നം ഉണ്ടാക്കാത്തത് ആന്റിർ ആണോ ട്രാൻസ്വേഴ്സ് ആണോ? ട്രാൻസ്വേഴ്സ് ഈസി ആയിട്ട് ഇറങ്ങിയിരുന്നവര്, ഈസി ആയിട്ട് കുഞ്ഞിറങ്ങിയിരുന്നവര് ട്രാൻസ്വേഴ്സ് അല്ലേ? ലേബർ സമയത്ത് ഈസി ആയിട്ട് കുഞ്ഞിറങ്ങിയിരുന്നത് ട്രാൻസ്വേഴ്സ് ആണ്. ക്ലിയർ? എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞെല്ലാം ക്ലിയർ ആയോ? ഓക്സിബിൾ ക്ലിയർ ആയല്ലോ. സോ നെക്സ്റ്റ് ഇസ് ദ മെന്റോ വെർട്ടിക്കൽ. നെക്സ്റ്റ് ഇസ് മെന്റോ വെർട്ടിക്കൽ ഡയമീറ്റർ. നെക്സ്റ്റ് എന്താ? മെന്റോ വെർട്ടിക്കൽ എന്തായിരിക്കും? മെന്റോ വെർട്ടിക്കൽ? മെന്റോ എന്തായിരിക്കും ഇവിടെ? മെന്റോ എന്താ? മെന്റോ വെർട്ടിക്കൽ എന്താ അറിയാം? ചിഹ്നല്ലേ കുഞ്ഞെ? ചിഹ്നല്ലേ? മെന്റോ എന്താ? ചിഹ്നല്ലേ? ആ ചിഹ്നം തൊട്ടാ പറയാ? മെന്റം തൊട്ട് അല്ലെങ്കിൽ ചിഹ്നം തൊട്ട് പറയാ? ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് പറയല്ലേ? ആ ചിഹ്നം തൊട്ട് വെർട്ടെക്സിന്റെ ഹയസ്റ്റ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് വിളിക്കാം മെന്റ് വരികല്ലേ? ചിൻ തൊട്ട് ആ കുട്ടിയുടെ ചിൻ തൊട്ട് ഹയസ്റ്റ് പോയിന്റ് ഓഫ് എന്താ? വെർട്ടെക്സിനെ പറഞ്ഞ പേരെന്താ? മെന്റോ വെർട്ടിക്കൽ. എത്ര സെന്റിമീറ്റർ? എത്രയാ? 13.5 സെന്റിമീറ്റർ. എത്രയാ? ചിൻ തൊട്ട് ഹയസ്റ്റ് പോയിന്റ് ഓഫ് മെന്റ് ആണോ വെർട്ടെക്സ് ആണോ? വെർട്ടെക്സ്. മെന്റ് എന്താ? ചിഹ്നല്ലേ അല്ലേ? മെന്റെ മീനിങ് പറയും. ഫസ്റ്റ് മീനിങ് പറയും. ചിഹ്നല്ലേ? ചിഹ്നാണോ? മെന്റെ മീനിങ് എന്താ? അർത്ഥം അറിയാതെ. ചിഹ്നല്ലേ? ചിൻ തൊട്ട് വെർട്ടെക്സിന്റെ ഹൈ പോയിന്റ് എന്താ? ചിൻ തൊട്ട് വെർട്ടെക്സിന്റെ ഹൈ പോയിന്റ് എന്താ? മെന്റോ വെർട്ടിക്കൽ 13.5 സെന്റിമീറ്റർ ആണ്. ഇത് വന്നാൽ ഇത് കുഞ്ഞിറങ്ങി വരും. ഇത് വന്നാൽ ഇത് ലേവർ സമയത്ത് കുഞ്ഞിറങ്ങി വരും.
വരില്ല. ഹെഡ് എപ്പോഴും എന്താ പാർഷ്യൽ പകുതി വരും കേട്ടോ. ഹെഡില്ലേ അറിയണ്ട, പറഞ്ഞേ ഉള്ളൂ. അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞ പുതിയ ഹെഡില്ലേ പകുതി മാത്രം വരും കേട്ടോ. പുതിയ ഹെഡില്ലേ പകുതി മാത്രം വരും, ബാക്കി പുറത്തു വരില്ല. ഹെഡില്ലേ അറിയാലോ, ഹെഡ് അറിയാലോ, അത് പകുതി വരും, ബാക്കി പുറത്തു വരില്ല. അവിടെ നിൽക്കും കേട്ടോ. പാർഷ്യലി മാത്രം ഹെഡ് വരുന്ന ഏതാ? മെന്റോ ബെറ്റിൽ പഠിക്കണ്ട, വാല്യൂസ് അറിയുക. എന്താണ് അറിഞ്ഞോ? വാല്യൂസ് പഠിക്കുക. എന്താണ് ഏത് തൊട്ട് ഏത് വരെ അറിയാലോ, പഠിച്ചോ. വാല്യൂസ് പഠിച്ചു, ഏത് തൊട്ട് ഏത് വരെയാണ്. ചിൻ തൊട്ട് വെർട്ടെക്സിന്റെ ഹയസ്റ്റ് പോയിന്റ് വരെയാണ് മെന്റോ വെർട്ടിക്കൽ 13.5 ആണെന്ന്. രണ്ട് കാര്യം പഠിച്ചോടെ എല്ലാവരും. രാത്രി പഠിച്ചോ? പഠിച്ചോ? പഠിച്ചു ഈ പറഞ്ഞ ഉറങ്ങും. പഠിച്ചു ഉറങ്ങി ഈ പറഞ്ഞ നാളെ ഡ്യൂട്ടി ഉണ്ടോ? ഡ്യൂട്ടി ഉണ്ടോ രാവിലെ? ഉണ്ടോ? ഉണ്ട്. പോവോ നീ? ഓ ഉണ്ടല്ലേ. എല്ലാം മാറണോടെ. സിറ്റുവേഷൻ മാറണ്ടേ? സാഹചര്യം മാറണ്ടേ? സിറ്റുവേഷൻ മാറണ്ടേ? സാഹചര്യം മാറണ്ടേ? ചോദിക്കട്ടെ, ഇപ്പൊ ഫ്രണ്ട്സ് ഇല്ലേ? രാത്രി ആരെങ്കിലും ഈ സമയത്ത് ക്ലാസ് എടുക്കോ ചോദിക്കട്ടോ. ഈ സമയത്ത് ക്ലാസ് എടുക്കുമെന്ന് ചോദിക്കട്ടോ. സിറ്റുവേഷൻ, ലൈഫ് സ്റ്റൈൽ എല്ലാം മാറി അറിയണം. സോ ഇതൊക്കെ കിട്ടിയല്ലോ. എത്ര പഠിച്ചു? 5 പഠിച്ചോ? 5 ആണോ 4 പഠിച്ചത്? 5 ഡയമീറ്റർ ആണോ 4 പഠിച്ചു? 5 ആണോ 4 പഠിച്ചത്? 4 പഠിച്ചു. എവിടെ പഠിച്ചത്? ഇത് ട്രാൻസ്വേഴ്സ് ആണോ വേറെ എവിടെ പഠിച്ചത്? ട്രാൻസ്വേഴ്സിനകത്താണ് വ്യക്തമായി പഠിക്കാൻ. എവിടെ പഠിച്ചത്? എവിടെ പഠിച്ചത്? 4 എവിടെ പഠിച്ചത്? ട്രാൻസ്വേഴ്സ് ആണോ എവിടെ പഠിച്ചത്? അത് ഓർമ്മയുണ്ടോ? എവിടെ പഠിച്ചത്? ആന്റിയോ പോസിറ്റീവ് ഡയമീറ്റർ. വറക്ക് ഓർമ്മയില്ല. AP ഡയമീറ്ററിനകത്ത് 4 പഠിച്ചല്ലേ? ട്രാൻസ്വേഴ്സിനകത്ത് എന്ത് പഠിച്ചത്? ബൈ പാരലൽ പഠിച്ചു, ബൈ ടെമ്പോറൽ പഠിച്ചു, സൂപ്പർ സബ് പാരലൽ പഠിച്ചു, ബൈ മാസ്റ്റോഡ്. ഈ 4 കാര്യം പഠിച്ചോടെയാ? ഈ 4 കാര്യം ട്രാൻസ്വേഴ്സിനകത്തും പിന്നെ ആന്റൽ പോസ്റ്റേറിനകത്ത് സബ് ഓക്സിപിറ്റൽ പ്രഗ്മാറ്റിക് പഠിച്ചു, സബ് ഓക്സിപിറ്റൽ ഫ്രോണൽ പഠിച്ചു, സബ് ഓക്സിപിറ്റൽ ഫ്രോണൽ ഡയമീറ്റർ പഠിച്ചു, മെന്റോ വെർട്ടിക്കൽ വരെ പഠിച്ചു. എത്രയാണ് പഠിച്ചത്? സബ്മെന്റ് പഠിച്ചോ? പഠിച്ചോ? ഇല്ല. നെക്സ്റ്റ് ഈസ് സബ്മെന്റോ ബ്രഗ്മാറ്റിക് ഡയമീറ്റർ. എന്താ? പേരിൽ തന്നെ ഉണ്ട്. സബ്മെന്റോ എന്തായിരിക്കും? മെന്റത്തിന് താഴെയാണോ? മെന്റത്തിന് താഴെയാണോ? ഫസ്റ്റ് വാക്ക് സബ്മെന്റോ എന്ന് പറയുമ്പോൾ മെന്റ താഴെയല്ലേ? താഴെയാണ്. ആദ്യ തൊട്ട് പറയാ. പ്രഗ്മാറ്റിക് എന്ന് പറയുമ്പോൾ വെർട്ടെക്സിന്റെ ഹയസ്റ്റ് പോയിന്റ് അല്ലേ? പ്രഗ്മാറ്റിക് എന്ന് പറയുമ്പോൾ വെർട്ടെക്സിന്റെ ഹയസ്റ്റ് പോയിന്റ് അല്ലേ? പ്രഗ്മാറ്റിക് എന്ന് പറയുമ്പോൾ വെർട്ടെക്സിന്റെ ഹയസ്റ്റ് പോയിന്റ് വരെ. മറക്കരുത്, മെന്റത്തിന്റെ തൊട്ട് താഴെ മുതൽ ഹയസ്റ്റ് സെന്റർ ഓഫ് വെർട്ടെക്സിനെ പറയുന്ന പേരെന്താ? മെന്റത്തിന്റെ തൊട്ട് താഴെ മുതൽ ഈ പറയുന്ന വെർട്ടെക്സിന്റെ ഹയസ്റ്റ് പോയിന്റ് ആയത് ബ്രഗ്മ വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? മെന്റത്തിന് താഴ്ഭാഗം മുതൽ വെർട്ടെക്സിന്റെ ഹയസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? സബ് മെന്റോ ബ്രഗ്മാറ്റിക് ഡയമീറ്റർ 9.5 സെന്റിമീറ്റർ. മറക്കോ? ഈ ഒരു മാർക്കില്ലേ? ഈ ഒരു മാർക്ക് ക്ലാസ് പഠിക്കുന്ന ആൾക്കാരില്ലേ? ക്ലാസ് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രം 1 മാർക്ക് കിട്ടും. 6 ഡയമീറ്റർ പഠിച്ചോ? 6 ഡയമീറ്റർ പഠിച്ചോ? 6 പഠിച്ചോ? ചോദിക്കട്ടെ,
മെന്റത്തിന് താഴെ മുതൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് വെർട്ടെക്സ് എന്താ? മെന്റത്തിന് താഴെ മുതൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് വെർട്ടെക്സ് എന്താ? ഇത് വിളിക്കാം സബ് മെന്റോ എന്താ? താഴെ. മെന്റം താഴെ തൊട്ട് ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് എന്താ? വേറെ ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉറങ്ങുണ്ട്. 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 ഒന്നുകൊണ്ട് കഴിഞ്ഞില്ല. മെന്റത്തിന് താഴ്ഭാഗം മുതൽ ഹയസ്റ്റ് പോയിന്റ് ഉണ്ട്. എന്തുണ്ട്? സബ് മെന്റോ വെർട്ടിക്കൽ ഡയമീറ്റർ. സബ് മെന്റോ വെർട്ടിക്കൽ ഡയമീറ്റർ ആണ് പഠിക്കാതെ പോകുന്ന ഒരു അവസാന പിഴുതാണ്. മെന്റത്തിന് താഴെ തൊട്ട് ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് എന്താ? മെന്റത്തിന് താഴെ തൊട്ട് ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് എന്താ? സബ് മെന്റോ വെർട്ടിക്കൽ ഡയമീറ്റർ 11.5 സെന്റിമീറ്റർ. 11.5 സെന്റിമീറ്റർ. വീണ്ടും ചോദിക്കട്ടെ? ചോദ്യമില്ല ഒന്നുകൂടെ ചോദിക്കട്ടെ. എല്ലാം കൺഫ്യൂഷൻ. ചോദിക്കട്ടെ. മെന്റത്തിന്റെ താഴ്ഭാഗം തൊട്ട് ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് എന്താ? മെന്റത്തിന്റെ താഴ്ഭാഗം തൊട്ട് ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് എന്താ? മെന്റത്തിന്റെ താഴ്ഭാഗം തൊട്ട് ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് എന്താ? ഉത്തരം പറയുക. സബ്മെന്റോ വെർട്ടിക്കൽ അല്ലേ? മെന്റത്തിന്റെ താഴ്ഭാഗം തൊട്ട് ഹയസ്റ്റ് പോയിന്റ് ഓഫ് വെർട്ടെക്സ് എന്താ? എല്ലാരും പറഞ്ഞേ. രാത്രി കള്ളം പറഞ്ഞേ. മെന്റത്ത് താഴ്ഭാഗം തൊട്ട് ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് എന്താ? മെന്റത്ത് താഴ്ഭാഗം തൊട്ട് ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് എല്ലാം പറഞ്ഞേ. 2 3 പറഞ്ഞേ. സബ്മെന്റ് വെർട്ടിക്കൽ ലെങ്ത് എത്രയാ? 11.5 സെന്റിമീറ്റർ. 11.5 സെന്റിമീറ്റർ. അത് ക്ലിയർ ആയല്ലോ. ലാസ്റ്റ് പഠിച്ച ക്ലിയർ ആയല്ലോ. എല്ലാം ക്ലിയർ. പറഞ്ഞു. എനിക്കറിയണം. ഓർമ്മ പാടില്ല. നെക്സ്റ്റ് ഏതാ? സബ്മെന്റോ പ്രഗ്മാറ്റിക് എന്താ? എന്താ? ഇത് ബ്രഗ്മോര എന്താണോ? ചിൻ തൊട്ട് ഇത് ബ്രഗ്മോരയാണോ? ചിൻ തൊട്ട് ബ്രഗ്മോരയാണോ? മെന്റൻ തൊട്ട് ബ്രഗ്മോരയാണോ? യെസ് അല്ലേ? ബ്രഗ്മ തൊട്ട് ഈ പറഞ്ഞ മെന്റൻ വരെയാണോ? എത്രയാ? 13.5 സെന്റിമീറ്റർ ആണോ? ചിൻ തൊട്ട് മെന്റൻ തൊട്ട് ഹയസ്റ്റ് പോയിന്റ് വെർട്ടെക്സ് ആണോ? ബ്രഗ്മ 11.35 സെന്റിമീറ്റർ ആണോ? 11.5 ആണോ? 11.5 ആണോ? യെസ്. അത് ക്ലിയർ ആയല്ലോ. പറഞ്ഞു. ക്ലിയർ ആയല്ലോ. പറയട്ടെ. ഈസി പഠിക്കേ. ഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽ പഠിക്കാതെ പോകരുത്. ഇനി ഇത് ഗ്ലബൽ അല്ലെങ്കിൽ ഐബ്രോ തൊട്ട് ഓക്സിബിൾ വരെയുള്ള ഇതാ. ഗ്ലബല്ല തൊട്ട് അല്ലെങ്കിൽ ഐബ്രോ തൊട്ട് ഓക്സിബിൾ ലെങ്ത് എത്രയാ? ഓക്സിബിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ ലെങ്ത്. ഗ്ലബല്ല അല്ലെങ്കിൽ ഐബ്രോ തൊട്ട് ഈ പറഞ്ഞ ഫ്രോണ്ടൽ ഓക്സിബിൾ ഏതാ? ഇത് ലെങ്ത് 11.5 അല്ലേ? 11.5 അല്ലേ? 11.5 അല്ലേ? പറഞ്ഞു. 11.5 അല്ലേ? സിൻസിപ്പിൾ തൊട്ട് ഏത് പറയാ? ഓക്സിപിറ്റൽ ഏതായിരിക്കും? സിൻസിപ്പിൾ തൊട്ട് ഓക്സിപിറ്റൽ പ്രൊട്രൂൺസ് വരെയുള്ള ലെങ്ത് ഇതാ. സിൻസിപ്പിൾ തൊട്ട് ഓക്സിപിറ്റലിന്റെ പ്രൊട്രൂൺസ് വരെയുള്ള ലെങ്ത് ഏതാ? സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ ഡയമീറ്റർ ആണോ? സബ് ഓക്സിബിൾ ഫ്രോണ്ടൽ ഡയമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ ലെങ്ത്. 10 സെന്റിമീറ്റർ ലെങ്ത്. 10 സെന്റിമീറ്റർ ലെങ്ത് അല്ലേ? 10 അല്ലേ? ചോദ്യം വരും. 10 അല്ലേ? ഫസ്റ്റ് പഠിച്ചേതാ?
ഫസ്റ്റ് പഠിച്ചതാ സബ് ഓക്സിബിറ്റോ റെഗ്നറ്റിംഗ് ആണോ? ക്ലിയർ. എല്ലാം ഇത് എവിടെ ഇടുന്നത്? ആന്റിൽ പോസ്റ്റീരിയർ ആണോ ട്രാൻസ്വേഴ്സിനകത്താണോ? ഈ പഠിച്ച എല്ലാം ട്രാൻസ്വേഴ്സ് ആണോ ആന്റിൽ പോസ്റ്റീരിയർ ആണോ? ഏതാ? ആന്റിൽ പോസ്റ്റീരിയർ. ആന്റിൽ പോസ്റ്റീരിയർ എത്ര പഠിച്ചു? ആന്റിൽ പോസ്റ്റ് എത്ര പഠിച്ചു? ആന്റിൽ പോസ്റ്റ് എത്ര പഠിച്ചു? 5 ആണോ 6 ആണോ? അല്ലേ 6 ആറാണോ? 6 6. ആ ട്രാൻസ്വേഴ്സിനകത്താണെങ്കിലോ ട്രാൻസ്വേഴ്സ് എത്ര പഠിച്ചു? ട്രാൻസ്ഫർ എത്ര പഠിച്ചു? 4 ആണോ? അപ്പൊ 6 4 10 ക്ലിയർ ആയല്ലോ. 6 4 10 ഡയമീറ്റർ മാത്രം ക്ലിയർ ആയല്ലോ. 6 4 10 ഡയമീറ്റർ ക്ലിയർ ആയി. 6 4 10 ഡയമീറ്റർ ഫീൽഡ് കിട്ടിയ ഫീറ്റസിന്റെ ഹെഡിൽ വരുന്ന 10 ഡയമീറ്റർ കിട്ടിയ 10 എണ്ണം. അത് മാത്രം ക്ലാസ് 10 എണ്ണം കാരണം പഠിപ്പില്ല. 10 എണ്ണം ക്ലിയർ ആയല്ലോ. 10 ഡയമീറ്റർ കിട്ടിയ എല്ലാവരും ഇത് ഹെഡിന്റെ 10 ഡയമീറ്റർ. ഒരു ചോദ്യം ഉറപ്പാണ്. ഒരു ചോദ്യം എപ്പോഴും വാല്യൂസ് ചോദിക്കും. വാല്യൂസ് എപ്പോഴും ചോദിക്കും. മറക്കരുത്. മറക്കോ? നമുക്ക് അടുത്ത ദിവസം ടുമോറോ ഇല്ലേ? ടുമോറോ ഇത് ഫീറ്റസിന്റെ അല്ലെങ്കിൽ ഒബിജിയിൽ വരുന്ന ഇത് ലൈവ് പ്രസന്റേഷൻ ഒക്കെ ഇല്ലേ? ടുമോറോ ഇത് ലൈവ് പ്രസന്റേഷൻ ഒക്കെ ഇല്ലേ? ഇത് ബ്രീച്ച് പ്രസന്റേഷൻ ഇല്ലേ? അറിയാലോ, ബ്രീച്ച് പ്രസന്റേഷൻ, സഫാരി പ്രസന്റേഷൻ, കുറെ ടൈപ്പ് ഉണ്ടല്ലോ. അറിയാലോ, പ്രസന്റേഷൻ അല്ലേ? ഹെഡെത്തിയല്ലോ. പെൽവിസ് കഴിഞ്ഞ് ഹെഡായില്ലേ? ഒരു ഓർഡറില്ല. പെൽവിസ് ആയി ഹെഡ് വന്നു, അത് പ്രസന്റേഷൻ അല്ലേ? ആദ്യം പെൽവിസിനകത്ത് നിന്ന് ഹെഡ് വന്ന് നെക്സ്റ്റ് പ്രസന്റേഷൻ അല്ലേ? ഹെഡ് വരെയാണ് പ്രസന്റേഷൻ അടുത്ത് വരുന്നത്. പ്രസന്റേഷൻ കറക്റ്റ് ഓർഡറിൽ സെഫാലിക്കും പെൽവിക്കും എല്ലാം കറക്റ്റ് ഓർഡറിൽ ടുമോറോ പഠിക്കാം. ഓക്കെ അല്ലേ? ടുമോറോ പഠിക്കാം. ഓക്കെ, അടുത്ത ദിവസം നാളെ പഠിക്കാം. ഓക്കെ, study well. Thank you so much. See you tomorrow night 9:30 ആണോ 8 ആണോ ഗ്രൂപ്പ് ഇടാം കേട്ടോ. ഞാൻ ആലോചിച്ചിട്ട് 8 മണി വേണോ 9:30 ആണോ ഗ്രൂപ്പ് ഇടാം കേട്ടോ. ആ 2 സമയമില്ല, 8 ആണോ 9:30 ആണോ ഗ്രൂപ്പ് ഇടാം കേട്ടോ. നാളെ എന്റെ പറയാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. സി യു ടുമോറോ. പഠിക്കുക, എല്ലാ പെൻഡിങ് ക്ലാസ്സും പഠിക്കുക. ആ സെല്ല് ടിഷ്യൂ എപ്പിത്തീലിയൽ ഗ്ലാൻസ് കണക്റ്റീവ് ടിഷ്യൂ കാർട്ടിലേജസ് ഫൗണ്ടേഷൻ പറഞ്ഞ മസ്കുലോ പറഞ്ഞ എന്താണ് പീഡിയാട്രിക് ഒബിജി എല്ലാം പഠിക്കുക.